ഹക്കായ ദീൻ ഇസ്ലാം ദിക്കായ ദിക്കിലൊക്കെ എത്തിക്കാനൊത്തൊരുമിക്കാം. ഇസ്ലാഹി ക്ലാസ് റൂമിൽ അതിനായി വന്നു ചേർന്ന് ഇസ്ലാമിൻ ശബ്ദം ശ്രവിക്കാം. എന്നും ഇസ്ലാമിൻ ശബ്ദം ശ്രവിക്കാം. ആരാധനക്കർഹൻ അല്ലാഹു ഏകൻ മാത്രം, അതു തന്നെ വലിയൊരു സത്യം. ആരാധനക്കർഹൻ അല്ലാഹു ഏകൻ മാത്രം, അതു തന്നെ വലിയൊരു സത്യം. അതു നമ്മൾ ലോകരോട് അറിയിക്കാൻ ധീരമായി എന്നെന്നും നമ്മളൊരുക്കം. ഇവിടെ എന്നെന്നും നമ്മളൊരുക്കം. ബിദ്അത്തുകളേറി വന്നു, അതിനൊപ്പം ജിന്നും ചേർന്നു, ശിർക്കിന്റെ വഴികൾ തുറന്നു. എതിരായിട്ടുള്ള വേദി പൊരുതാനായുള്ള വീതി നന്നായി കരുതുക നമ്മൾ. എന്നും നന്നായി കരുതുക നമ്മൾ. ഇസ്ലാഹി ക്ലാസ് റൂമ് ബഹുകാര്യ പാഠശാല, എല്ലാവർക്കും ഏറെ പഠിക്കാം. ഖുർആനിൻ പൊരുളറിയാം, തിരുചര്യ നേർക്കറിയാം, പരലോക ചിന്ത വളർത്താം. ഖുർആനിൻ പൊരുളറിയാം, തിരുചര്യ നേർക്കറിയാം, പരലോക ചിന്ത വളർത്താം. എന്നും പരലോക ചിന്ത വളർത്താം. ഉലമാക്കൾ ഏറെയുണ്ട്, സന്ദേഹം തീർത്തുകൊണ്ട് എപ്പോഴും നമ്മുടെ റൂമിൽ. പല ഭാഷാ പാഠമുണ്ട്, ബഹുദേശക്കാരുമുണ്ട്, ഇവിടെ നാം ഏക കുടുംബം. എന്നും ഇവിടെ നാം ഏക കുടുംബം. വിഷയങ്ങൾ പലതുമായി വൈവിധ്യ ഭാഷണങ്ങൾ, നവലോകം നമ്മുടെ മുമ്പിൽ. ഗുണമേറെ നൽകിടാനായി തുണ തേടും റബ്ബിനോടായി ശുക്രോതി അവനെ വണങ്ങാം. എന്നും ശുക്രോതി അവനെ വണങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്താനിർ റജീം. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫി ആമൈനി അനിഷ്കുർ ലി വലിവാലിദൈക ഇലയ്യൽ മസീർ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ലുഖ്മാനിലെ ഏറെ പേർക്കും മനഃപ്പാടമുള്ള ഒരു വചനം കൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. കാരണം ഒന്നിൽ കൂടുതൽ ആളുകൾ നടത്തുന്ന ഏതൊരു സ്ഥാപനവും അതിൻ്റെ സുഗമമായ മുന്നോട്ടുള്ള അതിൻ്റെ നടത്തിപ്പ്, പ്രശ്നങ്ങളും പ്രയാസങ്ങളുമില്ലാതെ അതിൻ്റെ മുന്നോട്ടുള്ള ഗമനം, അതിന് വ്യവസ്ഥാപിതമായ ചില നിയമങ്ങളും വ്യവസ്ഥകളും ആവശ്യമാണ്. അതിലുപരി ആ ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് നടത്തുന്ന ഏതൊരു സ്ഥാപനവും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്ന ഒരു വികാരത്തിലേക്ക്, ഒരു ചിന്തയിലേക്ക്, ഒരുമയിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ആ സ്ഥാപനം വ്യവസ്ഥാപിതമായി മുന്നോട്ട് പോകാൻ കഴിയുക. ഇസ്ലാമിക സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഒരു യൂണിറ്റാണ്, ഒരു സ്ഥാപനമാണ് ഒരു കുടുംബം. വ്യത്യസ്തമായ ജീവിത പരിസരങ്ങളിൽ ഭിന്നമായ അഭിരുചികളുമായി ജീവിച്ചു വളർന്ന രണ്ട് വ്യക്തികൾ വിവാഹം എന്ന ഇസ്ലാമിക സംസ്കാരത്തിലൂടെ ഒന്നായി ചേരുകയും തുടർന്ന് ഒരു കുടുംബമായി സ്ഥാപനമായി ഒരുമിച്ച് ജീവിക്കാൻ അവർ ആഗ്രഹിക്കുകയും ഒരുമിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് കുടുംബ വ്യവസ്ഥ.
ആ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ടും പരസ്പരം നമ്മൾ എന്ന വികാരത്തിലേക്ക് വികസിച്ചുകൊണ്ടും ചെയ്യുന്ന ഒരു സ്ഥാപനമല്ല എങ്കിൽ ഇന്ന് സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് കുടുംബ വ്യവസ്ഥയുടെ താളം തെറ്റലുകളും അതിൽ ഉദ്ദേശിച്ച രൂപത്തിലുള്ള സമാധാനവും സ്വസ്ഥതയും ഇല്ലാതാവലും മാത്രവുമല്ല അതിൻ്റെ പോരായ്മകൾ, ആ കുടുംബ വ്യവസ്ഥയിൽ സംഭവിക്കുന്ന വിള്ളലുകൾ വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഉണ്ടാകുന്ന ടെൻഷനുകളും മാനസികമായ പിരിമുറുക്കങ്ങളും അതിൻ്റെ വർദ്ധിച്ച രൂപത്തിലുള്ള ഒളിച്ചോട്ടങ്ങളും ആത്മഹത്യകളും കൊലപാതകങ്ങളും വരെ എത്തിച്ചേരുന്നത് കുടുംബം എന്ന സ്ഥാപനത്തിൽ നിന്ന് ഓരോ വ്യക്തിക്കും കിട്ടേണ്ടുന്ന സ്നേഹവും പരിഗണനയും ആദരവും ബഹുമാനവും ലഭ്യമല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ പത്രങ്ങളിൽ നമ്മൾ കാണുകയും അറിയുകയും ചെയ്യുന്നത് പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായ കുടുംബമാണ്. സമാധാനമില്ലാത്ത, വാപ്പ മകനെ പേടിച്ച് കഴിയുന്ന, മക്കള് വാപ്പയെ തല്ലിക്കൊല്ലുന്ന, അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കൊട്ടേഷൻ സംഘങ്ങളെ വിളിച്ച് ലക്ഷങ്ങൾ കൊടുത്ത് പരസ്പരം കൊല്ലിക്കുന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളെന്നോണം പത്രങ്ങളിൽ നമ്മൾ വായിച്ചറിഞ്ഞ ഒരു സംഗതിയാണ്. വിശുദ്ധ ഖുർആൻ കൃത്യമായ ഒരു കുടുംബം ഭൂമിയിൽ നിലനിൽക്കുമ്പോഴാണ് സമൂഹത്തിൻ്റെ വേര് അറ്റുപോവാതെ നിലനിൽക്കാൻ കഴിയുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഒരു കുടുംബ സ്ഥാപനത്തിൽ ഓരോരുത്തരും അനുവർത്തിക്കേണ്ടതും ആചരിക്കേണ്ടതുമായ നിയമാവലികൾ കണിശമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ആ അവതരിപ്പിച്ചത് കൊണ്ടു നടക്കുന്നില്ല എങ്കിൽ, ഖുർആൻ പറഞ്ഞ രൂപത്തിൽ കുടുംബ നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നില്ല എങ്കിൽ, വിവാഹരംഗത്ത് ഓരോന്നും ആ പരിഗണനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നില്ല എങ്കിൽ, തക്കുൻ ഫിത്നത്തും ഫിൽ അർളി വ ഫസാദുൻ അരീർ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകുന്നുണ്ട്. വിവാഹമാവട്ടെ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാവട്ടെ, മത അധ്യാപനങ്ങൾക്കനുസൃതമായിക്കൊണ്ടല്ലാത്ത ഒരു രൂപത്തിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ തക്കുൻ ഫിത്നത്തുൻ, അത് കുഴപ്പമായിത്തീരും, വ ഫസാദുൻ അരീർ, വ്യാപകമായ കുഴപ്പത്തിന് കാരണമായിത്തീരും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു സ്ഥാപനത്തിൽ സ്ഥിരമായി വരുമാനമുള്ള മെമ്പർ, അതുപോലെ തന്നെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെമ്പറെ ഒരാളും ഒഴിവായി കാണുകയോ അയാൾ ഒഴിവാക്കാൻ ശ്രമിക്കുകയോ ചെയ്യാറില്ല. മറിച്ച് അദ്ദേഹം ആ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന് തോന്നുമ്പോൾ അദ്ദേഹത്തെ ആ സ്ഥാപനത്തിൽ പിടിച്ചു നിർത്താനും അദ്ദേഹം അതിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയുള്ള ആനുകൂല്യങ്ങളും അദ്ദേഹത്തിന് പുതിയ പുതിയ ഓഫറുകളും നൽകുക സ്വാഭാവികമാണ്. ആ ഒരവസ്ഥയിൽ നിന്ന് മാറി ഒരു കുടുംബം എന്ന സ്ഥാപനത്തിൽ പ്രായാധിക്യത്തിലെത്തിയ മാതാപിതാക്കൾ ഇനി അവരെ കൊണ്ട് വലിയ ഉപകാരം സമൂഹത്തിന് പ്രതീക്ഷയില്ല. അവർ നമുക്ക് സാമ്പത്തികമായി സഹായവും പിന്തുണയും നൽകും എന്നും പ്രതീക്ഷയില്ല. കാരണം വയസ്സായി, അധ്വാനിച്ച് ചുക്കിച്ചുളിഞ്ഞ് ശരീരം എന്ന പോലെ വളഞ്ഞ് ചുളിഞ്ഞിരിക്കുന്നൊരവസ്ഥ, ജീവിതത്തിൻ്റെ സായം സന്ധ്യയിലെത്തിയ ഒരു പുരുഷായുസിൻ്റെ കാലഘട്ടം കഴിഞ്ഞ ഒരവസ്ഥയിൽ അവരെ സമൂഹത്തിന് അല്ലെങ്കിൽ ആ കുടുംബത്തിന് പരിഗണിക്കുക എന്നുള്ളിടത്താണ് വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ ഊന്നിപ്പറഞ്ഞൊരു സംഗതി മാതാപിതാക്കളെ പരിഗണിക്കുന്നതിനെക്കുറിച്ചും പരിപാലിക്കുന്നതിനെക്കുറിച്ചുമാണ്. മക്കളെ വളർത്തുന്നതിനെക്കുറിച്ചും മക്കൾക്ക് പരിരക്ഷ നൽകുന്നതിനെക്കുറിച്ചും സ്നേഹ സ്വാന്തനങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്നതിനെക്കുറിച്ചും ഖുർആനിൽ വളരെ കുറഞ്ഞ പരാമർശങ്ങളേ ഉള്ളൂ. മറിച്ച് പ്രായാധിക്യത്തിലെത്തിയ വയസ്സായ തൻ്റെ മാതാപിതാക്കളെ നോക്കി പരിപാലിച്ച് ഹൃദ്യമായ സേവനങ്ങൾ ചെയ്യുന്നിടത്താണ് ഏറ്റവും കൂടുതൽ ഊന്നലുകൾ ഇസ്ലാം നൽകുന്നത്. അതാണ് ഞാനും നിങ്ങളുടെ മുമ്പിൽ ഓതിവെച്ച ആയത്തിന്റെ വിവക്ഷ. അതാണ് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് അത് സൂചിപ്പിക്കുന്നുണ്ട്. വഖള റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബ്ര. വളരെ ഖുർആൻ അത് വിശദീകരിച്ച് പോകുന്നുണ്ട്. അള്ളാഹു വിധിക്കുന്നുണ്ട്, വഖള റബ്ബുക, നിന്റെ രക്ഷിതാവ് വിധിക്കുന്നുണ്ട്, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനെയല്ലാതെ ആരാധിക്കരുത് എന്ന്. പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യാവൂ എന്ന് പടച്ച റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. വബിൽ വാലിദൈനി ഇഹ്സാൻ, അതോടൊപ്പം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും നിന്റെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്, വിധിച്ചിട്ടുണ്ട്. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്
ഫഖ്റുദ്ദീൻ റാസി അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞ ഉടനെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നാണ്. കാരണം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കാൻ ആത്യന്തികമായി കാരണം പടച്ചറബാണെങ്കിലും ഭൗതികമായി അതിന്റെ കാരണക്കാരൻ മാതാപിതാക്കളാകും. അതുകൊണ്ട് തന്നെ ആ മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത് അള്ളാഹു ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ ചെയ്യേണ്ടതാണ് എന്നാണ് മഹാനായ റാസി വിശദീകരിക്കുന്നത്. മാത്രവുമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അനിഷ്കുർലി വലിവാലിദൈക ഇലയ്യൽ മസീർ എന്ന ആയത്തിന് വിശദീകരണം പറഞ്ഞ കൂട്ടത്തിൽ റാസി പറഞ്ഞതിനേക്കാൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മല്ലം യഷ്കുർലി വാലിദൈഹി ലാ യഖ്ബലുല്ലാഹു ശുക്റഹു. മാതാപിതാക്കൾക്ക് ശുക്ർ കാണിക്കാത്ത ഒരുത്തന്റെ ശുക്ർ പടച്ചറബ് സ്വീകരിക്കുകയില്ല എന്ന്. കാരണം അനിഷ്കുർലി എനിക്ക് നീ ശുക്ർ ചെയ്യണമെന്ന് പറഞ്ഞതോടൊപ്പം അള്ളാഹു പറയും വലി വാലിദൈക നിന്റെ മാതാപിതാക്കൾക്കും നീ ശുക്ർ ചെയ്യണം എന്നാണ്. അപ്പൊ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന ഒരു മനുഷ്യൻ അവന്റെ മാതാപിതാക്കൾക്ക് ശുക്ർ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. മറ്റൊരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ ദൂതരെ, മതത്തിൽ ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമേതാണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരമായി പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹ. നമസ്കാരം അതിന്റെ സമയത്ത് ചെയ്യലാണ്. സുമ്മ അയ്യു, പിന്നീട് ഏതാണ് പ്രവാചകരെ ഏറ്റവും നല്ല ഇബാദത്ത്, പടച്ചറബിന് പൊരുത്തമുള്ള പ്രിയമുള്ള ഇഷ്ടമുള്ള ഇബാദത്ത് ഏതാണ്? ബിർറുൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. സുമ്മ അയ്യു, മൂന്നാമതായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചോദിച്ച ചോദ്യം ഇനി ഏതാണ്? അൽ ജിഹാദു ഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരമാണ് എന്നും സൂചിപ്പിച്ചു. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ അവന് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച്, അവന് സ്വർഗത്തിൽ ലഭ്യമാകുന്ന അനുഭൂതിയെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടനവധി വിശദീകരണം നൽകിയിട്ടുണ്ട്. സഹാബത്ത് പലരും ഷഹീദായി മരിപ്പിക്കണേ, ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചവരുണ്ട്. പക്ഷെ അതിന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നൽകുന്നത് ജീവിച്ചിരിക്കുന്ന തൻ്റെ ജന്മത്തിന് കാരണക്കാരായ മാതാപിതാക്കൾക്ക് ഖിദ്മ ചെയ്യലാണ് ഇസ്ലാമിൽ രണ്ടാമത്തെ സ്ഥാനം എന്ന് എണ്ണി പറയുമ്പോൾ, യുദ്ധത്തിന് വേണ്ടി പടയെടുക്കാൻ വേണ്ടി യോദ്ധാവായി വരുന്ന അനുചരനോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടല്ലോ, നീ എങ്ങനെയാണ് പോന്നത് എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ടാണ് റസൂലെ എന്നെ യാത്ര അയച്ചത്. കാരണം ഒരു മകൻ പ്രതീക്ഷ അവനിലാണ്. ജീവിതത്തിൻ്റെ അസ്തമയ സമയത്ത് തനിക്ക് താങ്ങും തണലുമാകുന്ന തൻ്റെ മകൻ യുദ്ധക്കളത്തിൽ പോയി ഷഹീദായി കഴിഞ്ഞാൽ പിന്നീട് ഭൗതിക ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ആ ഒറ്റപ്പെടലുകളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാവാം ആ മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ട് യാത്ര അയച്ചത്. പഴയ മതത്തിന്റെ കൽപ്പനയാണ്, മതത്തിന്റെ പ്രമാണങ്ങളിൽപ്പെട്ടതാണ്, മകന്റെ ആഗ്രഹങ്ങളിൽപ്പെട്ടതാണ് എന്നൾക്ക് തടസ്സം നിന്നതുമില്ല. ആ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അനുചരനോട്, യോദ്ധാവായി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരനോട് പറയുന്നത്, നീ മടങ്ങിപ്പോവുക, എന്നിട്ട് നീ അവരെ കരയിപ്പിച്ച പോലെ നീ അവരെ ചിരിപ്പിച്ച് സന്തോഷിപ്പിക്കുക എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, ഇമാം തബറാനി ഉദ്ധരിച്ച ഒരു സംഭവത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഈ തംബീഹുൽ ആഫിലീൻ പോലെ ഗ്രന്ഥത്തിലൊക്കെ അത് സവിസ്തരം വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അൽഖമ റളിയല്ലാഹു അൻഹു രോഗബാധിതനായ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ വന്നുകൊണ്ട് റസൂലിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, റസൂലെ, അൽഖമ രോഗിയാണ്. അപ്പൊ രോഗിയായ സമയത്ത് അദ്ദേഹത്തെ സന്ദർശിച്ചുകൊണ്ട് ഒരാശ്വാസം കൊടുക്കാൻ, റസൂലുള്ളയുടെ പ്രാർത്ഥന കിട്ടുവാൻ, റസൂലുള്ളയുടെ ആ സാമീപ്യം കിട്ടുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അൽഖമയുടെ ഭാര്യ അൽഖമയെക്കുറിച്ച് വിവരം പറഞ്ഞത്. പറഞ്ഞ പാടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും അലി റളിയല്ലാഹു അൻഹുവിനെയും സൽമാൻ റളിയല്ലാഹു അൻഹുവിനെയും അൽഖമയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അവിടെ ചെന്ന് അവര് കലിമ ചെല്ലുന്നതിന് വേണ്ടി ഇശാറയാക്കി കൊടുത്തു, സൂചന കൊടുത്തു കലിമ ചെല്ലാൻ. പക്ഷേ അദ്ദേഹത്തിന്റെ നാവ് കലിമ ചെല്ലാൻ വഴങ്ങുന്നില്ല. കലിമ ചെല്ലാൻ വഴങ്ങാത്തപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ആശ്ചര്യകരമായൊരു സംഗതിയാണ്.
ബിലാൽ റളിയല്ലാഹു അൻഹു ഓടി വന്നുകൊണ്ട് നബിയോട് പറഞ്ഞു, നബിയെ, അദ്ദേഹത്തിന്റെ നാവ് കെലിമ ചെല്ലാൻ വഴങ്ങുന്നില്ലല്ലോ. നല്ല പ്രതീക്ഷയുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ മരണസമയത്ത് കെലിമ ചെല്ലാൻ പ്രയാസപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച ചോദ്യം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തിന്റെ പിതാവ് കുറെ മുമ്പേ മരിച്ചു പോയിട്ടുണ്ട്. വയസ്സായ അദ്ദേഹത്തിന്റെ ഉമ്മ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചു, എങ്കിൽ ആ ഉമ്മയോട് എൻ്റെ സലാം പറയുക, കഴിയുമെങ്കിൽ അവരോട് എൻ്റെ അടുത്തേക്ക് വരാൻ പറയുക. അപ്പോഴെന്ത് ചെയ്തു? ബിലാൽ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നുകൊണ്ട് അൽഖമയുടെ ഉമ്മയോട് പറഞ്ഞു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്, കഴിയുമെങ്കിൽ നിങ്ങളോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുമുണ്ട്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് വരാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഉടനെ ആ വയസ്സായ വാർദ്ധക്യത്തിന്റെ എല്ലാ അവശതകളും ഏറ്റുവാങ്ങിയ ആ വൃദ്ധ വടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനാണ് റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ചെല്ലാൻ കടപ്പെട്ടവൾ. ആ വാക്കും പറഞ്ഞ് നബിയുടെ അടുത്തേക്ക് കയറി ചെന്ന് നബിയോട് സലാം പറഞ്ഞു. നബിയോട് സലാം പറഞ്ഞ പാടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം, കൈഫ കാന ഹാലു അൽഖമ, അൽഖമയുടെ അവസ്ഥ എന്താണ് അൽഖമയെ കുറിച്ചുള്ള അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ആ വൃദ്ധയായ മാതാവ് മറുപടി പറയുന്നുണ്ട്, കാന യുസല്ലി ഖദാ വയസൂമു ഖദാ. ആ അൽഖമ കണ്ടമാനം നമസ്കരിക്കുന്നവനാണ്, എല്ലാ അർത്ഥത്തിലും നോമ്പെടുക്കുന്നവനാണ്. വകാന യതസദ്ദഖു ബിജുംലത്തിൻ മിനദ്ദറാഹിം, ഒരുപാട് ദിർഹമുകൾ, എമ്പാടും ദിർഹമുകൾ ജുംലയായി ഒന്നാകെ ദാനധർമ്മം ചെയ്യുന്ന മനുഷ്യനാണ്. മാ യദ്രീകം വസ്നുഹാ വഅദദുഹ, എത്രത്തോളമാണ് അവൻ ചെലവഴിക്കുന്നത്, ദാനധർമ്മം ചെയ്യുന്നതിന്റെ എണ്ണമോ കണക്കോ ഇല്ല. അതിനു മാത്രം ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ് റസൂൽ, എൻ്റെ മകൻ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപചോദ്യം ചോദിച്ചു, വമാ ഹാലുക്കി വഹാലുഹു, നിന്റെയും അല്ലെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ മകന്റെയും തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങൾ തമ്മിലുള്ള അവസ്ഥ എന്താണ്? അൽഖമ എന്ന വ്യക്തി പൊതുജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും മതത്തിന്റെ അനുഷ്ഠാനങ്ങൾ കൊണ്ടു നടക്കുന്നതിനൊക്കെ അത് ശരി, നിങ്ങളും നിങ്ങളുടെ മകൻ അൽഖമയും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പോൾ ആ ഉമ്മ മനസ്സ് തുറന്നുകൊണ്ട് പറഞ്ഞു, ഒരു വിഷമം ആ മകനെ കുറിച്ച് എൻ്റെ മനസ്സിൽ ബാക്കി നിൽക്കുന്നുണ്ട്. എന്താണ് ബാക്കി നിൽക്കുന്നത്? വക്കാന യുസിറു ഇംറഅതഹു അലയ്യ, എന്നെക്കാൾ അവൻ അവൻ്റെ ഭാര്യയെ തെരഞ്ഞെടുക്കുന്നവരാണ്. എനിക്ക് കിട്ടാത്ത പരിഗണന, എനിക്ക് നൽകാത്ത പരിഗണന അവൻ അവൻ്റെ ഭാര്യയ്ക്ക് നൽകുക. എന്നെക്കാൾ അവൻ അവൻ്റെ ഭാര്യയെ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞത് ഒന്നുകൂടി വിശദീകരിച്ചു ആ മാതാവ്. എല്ലാ കാര്യത്തിലും അവൻ അവളനുസരിക്കുകയും എന്നെ ധിക്കരിക്കുകയും ചെയ്യുന്നു. മാതാവ് എന്നുള്ള നിലക്ക് എനിക്ക് കിട്ടേണ്ടുന്ന പരിഗണനയും പരിരക്ഷയും അവനിൽ നിന്ന് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, അവൻ്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് എന്നെ ശകാരിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നു എന്നുവരെ ചില റിവായത്തുകൾ ഉദ്ധരിക്കുന്നു. ആ ഒരു വിഷമം മനസ്സിൽ ബാക്കി നിൽക്കുന്നത് ദീനിയായ മനുഷ്യൻ, നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന മനുഷ്യൻ, ആരാധനാ കർമ്മങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ നിർബന്ധ ബുദ്ധിയുള്ള മനുഷ്യൻ, ജീവിതത്തിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ദാനധർമ്മമായി ചെയ്യുന്ന മനുഷ്യൻ, പക്ഷെ ഒരു ജീവിതത്തിലെ വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിലുള്ള ഒരു പോരായ്മ അതെന്റെ മനസ്സിന് വിഷമമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സഹത്ത ഉമ്മഹു ഹജബ ലിസാനുഹു അനി ഷഹാദ. ആ ഉമ്മയുടെ ക്രോധം, ആ ഉമ്മയുടെ വെറുപ്പാണ് ഹജബ, മറയിട്ടത്, തടസ്സം നിന്നത് അവന്റെ നാവിന് ഷഹാദത്ത് ചെല്ലുവാൻ. കെലിമത്തു ഷഹാദത്ത് ചൊല്ലിക്കൊണ്ട് ശാന്തമായി കണ്ണടക്കാൻ കഴിയാതെ പോയത് ഈ ഉമ്മയ്ക്ക് ഈ മകനോടുള്ള വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ബാക്കിയാണ് എന്ന് വിശദീകരിച്ചു. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറഞ്ഞു, ബിലാലെ, നീ അല്പം വിറക് ശേഖരിക്കുക, ഞാൻ ആ അൽഖമയെ തീയിട്ട് കത്തിച്ച് കരിച്ചു കളയട്ടെ. ആ സമയത്ത് അത് കേട്ടു നിന്ന അൽഖമയുടെ ഉമ്മ പറഞ്ഞു, ഈ ബിനി സമറത്തു ഫുആദി, നബിയെ, എൻ്റെ മകൻ എൻ്റെ കരളിന്റെ ഉൽപ്പന്നമാണ്, ഫലമാണ്. അതിന്റെ മനസ്സിൽ നമ്മൾ പറയല്ലോ, വല്ലാത്ത സ്വാതന്ത്ര്യത്തിലൊരു മകനെ കുറിച്ച് മകനെ മാതാവിന്റെ മുമ്പിൽ വെച്ച് തീയിട്ട് കരിക്കുക എന്ന് പറയുമ്പോൾ ഒരു മാതാവിനും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്.
അത് ആ അൽഖമയുടെ മാതാവും വകൈഫ യഹ്തമിലു ഖൽബി, എങ്ങനെയാണ് പ്രവാചകരെ എൻ്റെ മനസ്സിൽ അതിനെ ഉൾക്കൊള്ളാൻ കഴിയുക? അത് ഉൾക്കൊള്ളുക എങ്ങനെ വഹിക്കും? അത് എൻ്റെ മകനെ നിങ്ങൾ തീയിട്ട് കരിക്കുക എന്ന് പറഞ്ഞത് എങ്ങനെ സഹിക്കും എനിക്ക്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ അൽഖമ, അൽഖമയുടെ മാതാവേ, അദാബുല്ലാഹി അശദ്ദു വ അബ്ഖാ, നിങ്ങൾ മകനെക്കുറിച്ച് വിദ്വേഷവും വിഷമവുമായി ആ മകൻ മരിച്ചു പോകുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്തുള്ള ശിക്ഷ ഇതിനേക്കാൾ കാഠിന്യവും കടുത്തതുമാണ്, അതിനേക്കാൾ നല്ല തീയിലിട്ട് കരിച്ചു കളയാണ് ആ മനുഷ്യനെ എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ പറയുന്നുണ്ട്, നബിയെ, ഞാൻ എന്ത് ചെയ്യാം? ഞാൻ മാപ്പ് കൊടുക്കാം. ഞാൻ എൻ്റെ മകന് അവൻ ചെയ്ത എല്ലാ ചെയ്തികളും മാപ്പാക്കാം. അങ്ങനെ മാപ്പ് കൊടുത്തപ്പോഴാണ് അൽഖമ കലിമ ചൊല്ലി ഇഹലോകം പെടിഞ്ഞത് എന്ന് ബാക്കി വിശദീകരിക്കുന്നു. അപ്പൊ എല്ലാ ദാനധർമ്മങ്ങൾ ചെയ്തൊരു മനുഷ്യൻ, ദീനിന്റെ അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ കഴിയാവുന്നിടത്തോളം ചെയ്തു പോയൊരു മനുഷ്യൻ, ആ മനുഷ്യന് ഈ ഒരു വിഷയത്തിലുണ്ടായ കുടുംബ സംവിധാനത്തിൽ പാലിക്കേണ്ടുന്ന ആചരിക്കേണ്ടുന്ന നിയമവ്യവസ്ഥകൾ അല്പം വീഴ്ച വന്നപ്പോൾ മതരംഗത്തെ അനുഷ്ഠാനങ്ങളെല്ലാം തടസ്സം നിൽക്കുന്ന രൂപത്തിലായിത്തീർന്നു എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിന്റെ ഇതിന്റെ ചുരുക്കം. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, ഉമറെ, നിങ്ങൾ ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടിയാൽ ആ ഉവൈസിനെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടുമുട്ടുകയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി, ഇസ്തിഗ്ഫാറിന് വേണ്ടി ആവശ്യപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ആരാണ് ഉവൈസ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു വിട്ടു. പക്ഷേ ഈ ഉവൈസിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയോ പരിചയപ്പെടുകയോ ചെയ്തിട്ടില്ല. യമനിൽ നിന്ന് വരുന്ന ഏത് യാത്രാ സംഘം വരുമ്പോഴും ഉമർ റളിയല്ലാഹു ചോദിക്കും, ഫീക്കും ഉവൈസ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരുണ്ടോ? അങ്ങനെ അന്വേഷണത്തിന്റെ ഒടുവിൽ ഈ ഉവൈസിനെ കണ്ടുമുട്ടുകയാണ്. ചോദിച്ചപ്പോൾ ഉവൈസിനെ കണ്ടുമുട്ടിയപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, ഉവൈസ് ഇബ്നു ആമിർ, ആമിറിന്റെ മകനായ ഉവൈസ് തന്നെയാണോ? അതെ, ആമിറിന്റെ മകനായ ഉവൈസ. മിൻ ഖറനി, ഖറനി ഗോത്രക്കാരന ഉവൈസാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞതേ, ഖറനി ഗോത്രക്കാരനാണ്. ഒന്നുകൂടി ഉമർ റളിയല്ലാഹു ചോദിച്ചു, നിങ്ങളുടെ ശരീരത്തിൽ വെള്ളപ്പാണ്ടുണ്ടാവുകയും അത് മാറിയതിന്റെ അടയാളം ഒരു ദിർഹമിന്റെ വട്ടത്തിൽ, അല്പം ഒരു നാണയത്തിന്റെ വട്ടത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ വെള്ളപ്പാണ്ട് അവശേഷിച്ച് നിൽക്കുന്നുണ്ടോ? അതിനും അദ്ദേഹം പറഞ്ഞു, അതും അവശേഷിക്കുന്നുണ്ട്. യാ അഹി, എൻ്റെ സഹോദര, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉടനെ അദ്ദേഹം ഉമറിന് വേണ്ടി പ്രാർത്ഥന നിർവഹിച്ചു. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ യമനിൽ നിന്ന് അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകൾക്ക് ആർക്കും അറിയില്ല ഈ ഉവൈസിനുള്ള മഹത്വം എന്താണ്, ഇത്രത്തോളം അയാളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാനുള്ള കാരണം എന്താ എന്ന് ഈ ഉവൈസിനും അറിയില്ല, അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കും അറിയില്ല. അവസാനം അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു മാതാവുണ്ട്. ആ മാതാവിന് നിങ്ങൾ ചെയ്തിരിക്കുന്ന സ്നേഹത്തിന്റെ, പുണ്യത്തിന്റെ, സ്വാന്തനത്തിന്റെ, സമാശ്വാസത്തിന്റെ മേഖലയിൽ നിങ്ങൾ മുന്നോട്ട് പോയതിന്റെ പ്രതിഫലമായി പടച്ചറബ് നിങ്ങളെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പടച്ചറബിനോട് ചോദിച്ചാൽ പടച്ചറബ് അത് കബൂലാക്കും എന്നുള്ള നിലക്കാണ് ഉമർ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ട വിഷയം. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി ഇതാ, അത്രത്തോളം പുണ്യത്തിന്റെയും ദീനീ മാർഗത്തിൽ നമുക്ക് കിട്ടാവുന്ന അസുലഭമായ മുഹൂർത്തമായി നമുക്ക് സ്വർഗം വാങ്ങാനുള്ള ഒരു മേഖലയായി പഠിപ്പിച്ചു തന്നിരിക്കുന്നു എന്നർത്ഥം. കാരണം അതാണ് ഞാൻ ഓതി വെച്ച ആയത്തും അതാണ്, വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, മനുഷ്യനോട് നാം വസിയത്ത് ചെയ്യുന്നുണ്ട് അവന്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ. ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ, അവന്റെ മാതാവ് പ്രയാസത്തിന്റെ മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് അവനെ ഗർഭം ധരിച്ചത്. എന്നിട്ട് 2 കൊല്ലം അവന് മുല കൊടുക്കുകയും ചെയ്തിട്ട് ആ മാതാപിതാക്കൾക്കാണ് നന്ദി കാണിക്കേണ്ടത് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. മാത്രവുമല്ല, ജന്മം കൊണ്ട് മനുഷ്യൻ പല ജീവികളെക്കാളും പിന്നിലാണ്. ജനിച്ച ഉടനെ തൻ്റെ ആഹാരം എവിടെയാണ് എന്ന് കണ്ടെത്താനും അത് അന്വേഷിക്കാനും അത് നേടിയെടുക്കാനും കഴിവുള്ള ജീവികളുണ്ട്. ശത്രുവിൽ നിന്ന് പ്രതിരോധം സൃഷ്ടിക്കാനുള്ള കഴിവുകളുള്ളവരുണ്ട്. അങ്ങനെ ഒരുപാട് ജന്മസിദ്ധമായ കഴിവുകളുള്ള ജീവികളുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സഹായന അവസ്ഥയിൽ, നിസ്സംഗതയിലാണ് മനുഷ്യൻ ജനിച്ചു വീഴുന്നത്. പക്ഷേ അള്ളാഹു പറയുന്നുണ്ടല്ലോ, ആ അവസ്ഥയിൽ ജനിച്ചു വീണാലും അല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅൻ,
അങ്ങനെയുള്ള ജന്മസിദ്ധമായ വലിയ കഴിവുകളോ നേട്ടങ്ങളോ ഒന്നുമില്ലാതെയാണ് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിങ്ങൾ പുറത്തു പോരുന്നത്, അള്ളാഹു പുറത്തു കൊണ്ടുവരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് അള്ളാഹു ബുദ്ധിയും കേൾവിയും കാഴ്ചയൊക്കെ നൽകി. ആ വിവേചന ശേഷിയും വിവേചന ശക്തിയുമാണ് മനുഷ്യനെ മൃഗത്തിൽ നിന്ന് മുക്തനാക്കുന്നതും അല്ലെങ്കിൽ വ്യതിരിക്തനാക്കുന്നതും. അവിടെ നിന്നുകൊണ്ടാണ് ഈ കുടുംബ സംവിധാനത്തെക്കുറിച്ച് ആലോചനകൾ നടത്തേണ്ടതും ആ കുടുംബത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച്, അത് നിലനിൽക്കേണ്ടുന്ന ആവശ്യകതയെക്കുറിച്ച്, അത് ഇല്ലാതെ വരുമ്പോഴുണ്ടാകുന്ന സംഘർഷാത്മകമായ ജീവിതത്തെക്കുറിച്ച് മനുഷ്യൻ ആലോചിക്കേണ്ടത്. മാത്രവുമല്ല, ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, വഹ്ഫിദ് ലഹുമ ജനാഹ ദുല്ലി മിനർ റഹ്മ. കുടുംബത്തിലെ ഒരു 10 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 10 20 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ മാതാപിതാക്കളെ നോക്കണം എന്ന് ഇത്രയും ഊന്നിപ്പറയേണ്ട ഒരു ഘട്ടമുണ്ടായിരുന്നില്ല. കാരണം മാതാപിതാക്കളെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പുണ്യം കിട്ടുന്ന പ്രവർത്തനമായും അതിന് സമയം ചെലവഴിക്കുവാനും അതിന് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്താൽ വരാന്തയിൽ കഴിഞ്ഞുകൂടുവാനുമൊക്കെ മക്കൾക്ക് സമയവും സന്ദർഭവും ഉണ്ടായിരുന്നു. അതിലവർ ആലോചിക്കുകയുണ്ടായിരുന്നു, അങ്ങനെ ചെയ്താൽ എനിക്ക് പുണ്യമുണ്ട്. മാത്രവുമല്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക. അങ്ങനെ പുണ്യം ചെയ്ത് തബറു ആബാഅക്കും, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് പുണ്യം ചെയ്യും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ പുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അത് അനുഭവിക്കുകയും ചെയ്യും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ. ദുനിയാവിൽ ഏത് മനുഷ്യൻ ചെയ്ത തിന്മകളും അല്ലാഹു തആല ഖിയാമത്ത് നാളെ വരെ പിന്തിപ്പിക്കും. പക്ഷേ ഇല്ല ഉഖൂഖൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് ചെയ്തിട്ടുള്ള കഷ്ടപ്പാടൊഴികെ, അല്ലെങ്കിൽ മാതാപിതാക്കൾ അവൻ കഷ്ടപ്പെടുത്തിയത് ഒഴികെ, അത് ആ മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയ സംഗതി കുല്ലു ദുനൂബി യുഅഖിറുല്ലാഹു മിൻഹാ മാ ശാ, എല്ലാ തിന്മകളും പടച്ച റബ്ബ് എന്ത് ചെയ്യും, അവൻ ഉദ്ദേശിക്കുന്ന അത്രയും അത് പിന്തിപ്പിക്കും, മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയത് ഒഴികെ. ഫഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസാഹിബി ഫിൽ ഹയാതി ഖബ്ലൽ മമാത്ത്. എന്നാൽ മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയത് ആ വ്യക്തി ജീവിതത്തിൽ തന്നെ അനുഭവിക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ബിറു ആബാഅക്കും തബറക്കും അബ്നാഅക്കും, നിങ്ങൾ നിങ്ങളെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് പുണ്യം ചെയ്യും. ഇത് ദുനിയാവിലെ ഒരു വ്യവസ്ഥയായി, ഒരു നിയമമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഞാൻ എൻ്റെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് കണ്ടതുകൊണ്ടായിരിക്കണം എൻ്റെ മക്കൾ എന്നെ കൊണ്ട് പെരുമാറേണ്ടത്. ഒരു മാതാവിനെയും ഒരു പിതാവിനെയും ദുനിയാവിൽ അനുസരിക്കേണ്ടത് എങ്ങനെ, അവർക്ക് ചെയ്യുന്ന ഹിദ്മ എങ്ങനെ, സേവനം എങ്ങനെ, ഏത് രൂപത്തിലാണ് അവരോട് വർത്തിക്കേണ്ടത് എന്ന് എൻ്റെ മക്കൾ അറിഞ്ഞും കണ്ടും വളരുന്നത് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ചെയ്യുന്ന അവസ്ഥ വെച്ചുകൊണ്ടാണ്. അതിന് വലിയ സ്ഥാനവും മഹത്വവും കൽപ്പിക്കുന്നുമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നുകൊണ്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഞാൻ ജീവിതത്തിൽ വലിയ ഒരു തിന്മ പ്രവർത്തിച്ചു പോയി, മറ്റൊന്നുമല്ലാതെ ഞാൻ വിവാഹം അന്വേഷിച്ച ഒരു പെണ്ണ് അവൾ നിരസിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, അവൾ മറ്റൊരുത്തനുമായി വിവാഹം ചെയ്തു, അതിലെൻ്റെ പക നിമിത്തം ഞാൻ ആ പെണ്ണിനെ കൊലപ്പെടുത്തി. ഒരു വൈകാരികമായൊരു വേലിയേറ്റം ആ സമയത്ത് ചെയ്തു പോയി. ഇപ്പോൾ അത് വേണ്ടാത്തതായത് എനിക്ക് തോന്നുന്നുണ്ട്. ചെയ്യാൻ പാടില്ലാത്തൊരു കൊലപാതകം ചെയ്തു പോയ റബ്ബേ എന്ന് എനിക്ക് മനസ്സിൽ ആശയുണ്ട്. ഇനി അതിൽ നിന്ന് മുക്തനാവണം, ഖേദിച്ച് മടങ്ങണം, എനിക്ക് വല്ല തൗബയോ ഫഹല്ലി, എനിക്കുണ്ടോ തൗബയുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ അടുത്തേക്ക് ഈ മനുഷ്യൻ നടന്നു വരുന്നത്. അദ്ദേഹം ഇത് കേട്ടപാടെ പറയുന്നത് തൗബയുണ്ടോ ഇല്ലേ എന്നല്ല, അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞില്ല, മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല, അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ശരി, എങ്കിൽ നീ അള്ളാഹുലേക്ക് തൗബ ചെയ്തോ, കഴിയുന്നിടത്തോളം നീ അള്ളാഹുലേക്ക് അടുത്തോ എന്നും പറഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോവുകയാണ്. ആ സമയത്ത് ഈ സംഭവം ശ്രദ്ധിച്ച് കേട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അടുത്തിരിക്കുന്ന അത്താബ് ചോദിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ ഒരു കൊലപാതകവും ചെയ്തൊരു കടുത്ത തിന്മ ചെയ്തു വരുമ്പോൾ ആ മനുഷ്യൻ തൗബയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അവിടെ, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, ഇതാണ് ഉത്തരം പറയേണ്ടത്. അതിന് പകരമായി നിങ്ങൾ പറഞ്ഞ ചോദ്യം ലിമ സഅൽത അൻ ഹയാത്തി ഉമ്മിഹി, അദ്ദേഹത്തിന് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചതിന് അർത്ഥം എന്താണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട് അത്താർ റളിയല്ലാഹു അൻഹു ചോദിക്കുക. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്ന സംഗതി,
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രവർത്തനങ്ങളിൽ മാതാപിതാക്കൾക്ക് സേവനം ചെയ്ത അത്രയും ഒരു മനുഷ്യൻ അള്ളാഹുമായിട്ട് സാമീപ്യം സ്ഥാപിക്കാൻ മറ്റൊരു പ്രവർത്തനമില്ല എന്നാണ്. എന്നാൽ പടച്ചറബിന്റെ അടുത്തേക്ക് എത്താൻ, പടച്ചറബുമായുള്ള സാമീപ്യം സ്ഥാപിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട ഒരു സംഗതി, അത് പടച്ചറബിന്റെ അടുത്തേക്ക് നമുക്ക് എത്താനുള്ള ഏറ്റവും വലിയൊരു വ്യവസ്ഥയായി നിശ്ചയിച്ചിരിക്കുന്നത് മാതാപിതാക്കൾക്ക് ചെയ്യുന്ന സേവനമാകുന്നു എന്നാണ് സൂചിപ്പിച്ചത്. ആ സേവനം എന്ന് സൂചിപ്പിക്കുന്നത് കുറേ ഭക്ഷണങ്ങളും വിഭവങ്ങളും എത്തിച്ചു കൊടുക്കുന്നതുകൊണ്ടല്ല, മറിച്ച് മാന്യമായ സമീപനമാണ് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇത് വഹ്ഫിദുലഹുമ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകളാണ് നീ അവർക്ക് താഴ്ത്തി കൊടുക്കേണ്ടത്. എമ്പാടും വിഭവങ്ങൾ വാരിക്കോരി കൊടുത്തത് കൊണ്ട് കാരുണ്യമുണ്ടാകുന്നില്ല. നമ്മൾ തന്നെ ഇപ്പോൾ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഒരു പരിഗണനയില്ലാത്തൊരവസ്ഥയിലാണ് എങ്കിൽ എത്ര നല്ല വിഭവങ്ങൾ നമുക്ക് നൽകിയാലും അവിടുന്ന് അവർ സ്നേഹം നൽകിയെന്നോ ഒരു ആതിഥ്യ മര്യാദ പാലിച്ചു എന്നോ നമുക്ക് തോന്നുകയില്ല. അവിടെയാണ് സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും അവസ്ഥയായി ഇതെണ്ണി പറയുന്നത്. ആ അവസ്ഥ എത്രത്തോളമാണോ? അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കാബയിൽ നിൽക്കുമ്പോൾ ഒരാൾ മാതാവിനെ ചുമലിലേറ്റിട്ട് കാബം തവാഫ് ചെയ്ത് ക്ഷീണിച്ച് അവശനായി അബ്ദുല്ലാഹി ഉമറിന്റെ അടുത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്നെ താരാട്ട് പാട്ടി വളർത്തിയ തൻ്റെ മാതാവ്, ഒരുപാട് എനിക്ക് വേണ്ടി ഉറക്കൊഴിച്ച് കഷ്ടപ്പെട്ട് തന്നെ വളർത്തിയ മാതാവ്, ആ മാതാവിന് ഇപ്പോൾ ഞാൻ എന്ത് എൻ്റെ ചുമലിലേറ്റി ഈ കാബം തവാഫ് ചെയ്തിരിക്കുന്നു, ഇതൊക്കെ പോരെ പ്രത്യുപകാരമായി തിരിച്ചു ചെയ്യാനും ചോദിക്കുമ്പോൾ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരിക്കലും ആവില്ല സഹോദരാ, അത് നിനക്ക് നിന്റെ മാതാവ് ചെയ്തതിൻ്റെ 1% പോലും നിനക്ക് തിരിച്ചു ചെയ്യാൻ കഴിയില്ല എന്ന അർത്ഥത്തിലാണ് അബ്ദുല്ലാഹി ഉമർ വിശദീകരിച്ചു കൊടുക്കുന്നത്. മാത്രവുമല്ല, അവിടെ ഖുർആൻ പറഞ്ഞല്ലോ, വലാ തഖുല്ലഹുമ ഉഫിൻ വലാ തൻഹറുഹുമ, ഒരനിഷ്ടമുള്ള ഒരു അരുചികരമായൊരു വാക്ക്, ഒരിക്കലും പൊരുത്തപ്പെടാത്തൊരു വാക്ക് പോലും പറയരുത്, കയർത്ത് സംസാരിക്കരുതെന്നൊക്കെ പറയുമ്പോൾ വിദ്യാഭ്യാസമില്ലാത്ത മാതാപിതാക്കൾ, എമ്പാടും വിദ്യാഭ്യാസം നേടിയ മക്കൾ, ആ മക്കൾ ഇതെൻ്റെ വാപ്പയാണ്, അങ്ങനെയുണ്ടല്ലോ. ഇപ്പം സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ആലോചിച്ച് നോക്കൂ, കാണാൻ ചൊറുക്കില്ല വാപ്പയെങ്കിലും കാണാൻ ചൊറുക്കില്ലവർ നമ്മൾ വാപ്പാന്ന് വിളിക്കാറില്ലല്ലോ. അവനാൻ്റെ വാപ്പാക്ക് കഷായം കൊടുത്ത് ഉഷാറാക്കുക എന്നല്ലാതെ കാണാൻ ചൊറുക്കുള്ളവരെ വാപ്പാന്ന് വിളിക്കുന്ന സംസ്കാരം നമുക്കില്ലല്ലോ. ഇതെൻ്റെ വാപ്പയാണ്, അതിൽ അഭിമാനം കൊള്ളുന്നൊരവസ്ഥയുണ്ട്. റസൂലിൻ്റെ അടുത്തേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സായ പിതാവിനെയും കൊണ്ടാണ് വരുന്നത്. റസൂൽ ചോദിക്കുന്നു, മൻ ഹാദല്ലദീ മാഅക്, ആരാ നിന്റെ കൂടെയുള്ള ഈ വയസ്സായ മനുഷ്യനാരാണ്? അദ്ദേഹം പറഞ്ഞു, നബിയെ, അതെൻ്റെ പിതാവാണ്. ആ പിതാവാണ് എന്ന് പറയുമ്പോൾ റസൂലുള്ള പറയുന്നുണ്ട്, എടാ വലാ തംശി അമാമഹു, ഇയാളെ മുമ്പ് കൂടെ അങ്ങനെ വല്ലാതെ നടക്കരുത്, കാരണം നിന്റെ വാപ്പയാണ്. ആ വാപ്പയുള്ള ആദരവും ബഹുമാനവും നീ നിലനിർത്തണം. വലാ തഖൂദ ഖബ്ലഹു, വാപ്പ ഇരിക്കുന്നതിന് നീ സീറ്റ് ചാടിപ്പിടിച്ചിരുന്നിട്ട് വാപ്പയെ ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാക്കാൻ പാടില്ല. പിന്നെ റസൂലുള്ള പറഞ്ഞു വല്ലാത്തൊരു ഉപദേശം, വലാ തസ്തസിബ്ബലഹു എന്നാണ്, നീ കാരണം നിന്റെ വാപ്പയെ മനുഷ്യന്മാർ ചീത്ത പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ പറയല്ലോ, നല്ലൊരു വാപ്പയുടെ മകനാണിവൻ, എന്തൊക്കെയാണ് ഇവൻ ചെയ്തു കൂട്ടിയത്, ഈ ജാതി വൃത്തികേടൊക്കെ ചെയ്തല്ല അവൻ്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എങ്കിൽ ഹൃദയം പൊട്ടി മരിച്ചു പോകുമായിരുന്നു. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, എത്ര വാപ്പമാരാ മക്കൾ ജീവിച്ചതിന്റെ പേരിൽ കണ്ണീര് കുടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മകനുണ്ടായിപ്പോയതിന്റെ പേരിലാണ് ആ വാപ്പ ഇപ്പോൾ ടെൻഷൻ അനുഭവിക്കുന്നത്. അങ്ങനെ ഒരു മകൻ ഇല്ലായിരുന്നുവെങ്കിൽ ആ വാപ്പാക്ക് സമാധാനമായിരുന്നു. നാട്ടിൽ മുഴുവൻ പറയിപ്പിക്കുകയും എല്ലാത്തരം വേണ്ടാത്തരങ്ങൾക്കും തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കുകയും ചെയ്തൊരവസ്ഥയിൽ ഈ ഗുണ്ടാ മാഫിയ കൊട്ടേഷൻ സംഘങ്ങൾ അകപ്പെട്ടു പോയിട്ട് ആ വാപ്പ വേദനിക്കുന്നൊരവസ്ഥ, ഇങ്ങനൊരു മകനെ എനിക്ക് നൽകിയല്ലോ എന്നൊരവസ്ഥയിൽ ഒരു വേദനിക്കുന്ന ഒരവസ്ഥയുണ്ട്. റസൂലുള്ള പറയല്ലോ, വലാ തസ്തസിബ്ബലഹു, നീ കാരണം നിന്റെ വാപ്പയെ ചീത്ത പറയിക്കുന്ന അവസ്ഥയേക്ക് എത്തരുത് എന്ന് ഉപദേശം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് ഒരാൾ പറയുന്നുണ്ട്, ജാബിർ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, നബിയെ, ഒരു മനുഷ്യൻ വന്ന് റസൂലിനോട് പറയും, ഇന്ന അബി യുരീദു അൻ യജ്തഅഹ മാലി, എൻ്റെ വാപ്പ എൻ്റെ സമ്പത്ത് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഇന്നലീ മാലം വലതൻ, എനിക്കാണ് സമ്പത്തുണ്ട്, സന്താനങ്ങളുണ്ട്. അള്ളാഹു രണ്ടും എനിക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, സമ്പത്തും നൽകിയിട്ടുണ്ട്, സന്താനങ്ങളും നൽകിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, എൻ്റെ വാപ്പ എൻ്റെ സമ്പത്ത് ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ എടുക്കാൻ വാപ്പ കൈകാര്യം ചെയ്യാൻ വാപ്പ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അനുചരന് കൊടുത്ത മറുപടി അൻത വ മാലുക, നീയും നിന്റെ സമ്പത്തും ലിയബീക, നിന്റെ വാപ്പാക്കുള്ളതാ. നിന്റെ സമ്പത്ത് എടുക്കാൻ വാപ്പയ്ക്ക് സമ്മതം ചോദിക്കേണ്ടതില്ലെന്നർത്ഥം. നീ ഉണ്ടാക്കിയ സമ്പത്ത് നിന്റെ വാപ്പയുടെ സമ്പത്തിന് തുല്യമാണ്. അതുകൊണ്ട് എടുക്കാനും ഉപയോഗിക്കാനും വിനിമയം ചെയ്യാനുമുള്ള അധികാരം പിതാവിനുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അത് റസൂൽ ഇപ്രകാരം കൂടി ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇന്ന അത്യബമാ അകൽതും മിൻ കസ്ബിക്കും, നിങ്ങൾ ഭക്ഷണം കഴിച്ചതിൽ ഏറ്റവും ഹൃദ്യമായത്, ഏറ്റവും അഭിരുചിയുള്ളത് നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിങ്ങൾ ആഹാരം കഴിക്കുന്നതാണ്. വൈന്ന ഔലാദകും മിൻ കസ്ബിക്കും, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അവരുണ്ടാക്കിയത് നിങ്ങൾക്ക് ആഹാരമായി കഴിക്കാം എന്ന് റസൂലുള്ള പഠിപ്പിക്കുകയുണ്ടായി. ആ പഠിപ്പിച്ചിരുന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്ത്? ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് വിശദീകരിക്കുന്നുണ്ട്. അന്നളുറു ഫീ സലാസത്തി അശിയാ ഇബാദത്തുൻ, 3 കാര്യങ്ങളിലേക്ക് നോട്ടം തന്നെ ഇബാദത്താണ്. ഒന്നും ചെയ്യാതെ വെറുതെ നോക്കിയിരിക്കൽ ഇബാദത്താണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. എന്താ ഇപ്പൊ ഇബാദത്തോട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്? പടച്ച റബ്ബിന്റെ അടുത്ത് കൂലി കിട്ടുന്ന ഒരു കർമ്മം എന്നാണ് ഇബാദത്തോട് ചുരുങ്ങിയ പക്ഷെ നമ്മളെ മനസ്സിൽ വരുന്ന ഒരു സംഗതി. അതാണ് എന്ന് റസൂൽ എണ്ണി പറഞ്ഞതായിട്ട് ആയിഷ വിശദീകരിക്കുക. അതിലൊന്ന് അന്നളുറു ഫീ വജ്ഹിൽ അബവൈൻ, മാതാപിതാക്കളെ മുഖത്തേക്ക് നോക്കൽ. രണ്ടാമത് എണ്ണി പറഞ്ഞു ഫീ കിതാബില്ല, അള്ളാന്റെ ഗ്രന്ഥത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കൽ. മൂന്നാമത് എണ്ണി പറഞ്ഞു കായബയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കല. അണമുറിയാത്ത പ്രവാഹം കായബയിൽ വന്നിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് ഇബാദത്ത് എന്ന് പറയുന്നത്, ഇപ്പോൾ ചില ആളുകൾ വാപ്പാനെ നോക്കിയ വാപ്പ ചൂളിപ്പോയിട്ടുണ്ടാവും, ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയ ഉമ്മ ചൂളിപ്പോയിട്ടുണ്ടാവും. അത് ഇബാദത്താന്ന് പറയേണ്ടതില്ല. അത് എന്ത് തരം ഇബാദത്താന്ന് പറയേണ്ടതില്ല. കാരുണ്യത്തിന്റെ, അലിവിന്റെ, ആർദ്രതയുടെ നോട്ടം ആ മാതാവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഉമ്മാക്ക് ആശ്വാസം കിട്ടണം, അനുഭവങ്ങളിലൂടെ പാഠമുണ്ടാവണം. എൻ്റെ ഒരു സുഹൃത്ത്, ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്നൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു സംഗതി. ഒരാൾ വന്നു, ഡോക്ടർ പറഞ്ഞു ഇന്ന് പെട്ടെന്നൊന്നും ഓപ്പറേഷൻ ചെയ്യണമെന്നില്ല, നിങ്ങൾ പിന്നെ 2 ദിവസം കഴിഞ്ഞ് വന്നോളൂ എന്ന് മടക്കി വിട്ടു. എന്തോ ഒരു ചെറിയ പ്രശ്നമാണ്. അപ്പം എന്ത് ചെയ്തു, 2ാമത്തെ ദിവസം അയാൾ വന്നിട്ട് പറഞ്ഞു ഡോക്ടർ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ വേഗം ചെയ്യും. ഇങ്ങനെ എന്നും മനസ്സിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോകാൻ തന്നെ ലീവ് എടുത്തു, ഇന്ന് പോകാൻ തന്നെ ലീവ് എടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾ ഡേറ്റ് നീട്ടിയാൽ ഇപ്പോൾ ഇനി ഓനും വരാൻ വിഷമായിരിക്കും. അപ്പോൾ പിന്നെ അതൊരു പ്രയാസമാണ്, ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു നിങ്ങൾക്ക് വേറെ മക്കളൊന്നുമില്ലേ? വേറെ മക്കളൊക്കെ 5-8 ഡോക്ടറെ, പക്ഷെ അത് വെള്ളമില്ലാത്തതും കണക്കാം എന്ന് പറഞ്ഞാൽ ആ മക്കൾ ഉണ്ടായതുകൊണ്ടായിട്ട് എനിക്ക് നേട്ടമൊന്നുമില്ല. ആ മക്കൾ മരിച്ചതിന് തുല്യമാണ് എന്നർത്ഥം. അവർക്ക് നേരമില്ല, അവർക്ക് സമയമില്ല, അവർക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നർത്ഥം. ഇവനാണ് ഇപ്പം ഏറ്റവും ചെറുത്. അപ്പം ഇവനിങ്ങനെ നോക്കുന്നുണ്ട്. ഇങ്ങനെ 2-3 പ്രാവശ്യം വന്ന ഓപ്പ 2 ദിവസമായി ലീവ് എടുക്കുന്നത്, ഇനി അവനെയും കിട്ടാതായി പോകുമെന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആർക്കും സമയമില്ല. പക്ഷെ അവിടെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വയസ്സായ മാതാപിതാക്കളെ കിട്ടിയിട്ട് സ്വർഗം വാങ്ങാൻ കഴിയാത്ത മനുഷ്യൻ നശിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചല്ലോ. ലോകത്തിന്റെ ഒരു ദുരന്തമായി റസൂലുള്ളാഹി സൂചിപ്പിച്ചല്ലോ. വഖദ് ഹല്ല ബിഹൽ ബലാ, ആ നാട്ടിൽ ദുരന്തം, അള്ളാഹുവിന്റെ പരീക്ഷണം ഇറങ്ങും എന്ന് പറഞ്ഞ കൂട്ടത്തിലെ ഒരു സംഭവവികാസം പറഞ്ഞത് ഉമ്മഹു, ഭാര്യയെ അനുസരിച്ചതിന്റെ അവസ്ഥയിൽ മാതാപിതാക്കളെ കഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. എന്നിട്ടോ വബറ സദീഖഹു, കൂട്ടുകാരന് പുണ്യം ചെയ്യുകയും വജഫ അബാഹു, പിതാവിനെ അകറ്റുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഹൈസ്കൂൾ റേഞ്ച് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി റേഞ്ചുള്ള മക്കൾക്കൊക്കെ ഏറ്റവും കൂട്ടുകാരോട് ഇമ്പം തോന്നുന്ന അവന്റെ ഫ്രണ്ട്സിനോടാണ്. വാപ്പയും ഉമ്മയും പറയുന്നത് അവൻ അത്ര താല്പര്യമില്ല, ആ ഉപദേശങ്ങൾ കേൾക്കാൻ അവന് മനസ്സില്ല. മറിച്ച് അവൻ ഏറ്റവും താല്പര്യമുള്ളത് അവന്റെ മാതാപിതാക്കളെക്കാൾ ഉപരി അവന്റെ കൂട്ടുകാരോടാണ്. അവർക്കാണ് 1ാം സ്ഥാനമുള്ളത്. അവരെന്താണോ അതാണ് വേദവാക്യമായി സ്വീകരിക്കുന്നത്. അത്തരം ഒരവസ്ഥ വരാതിരിക്കുകയാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കമത. എന്നിട്ട് മാത്രവുമല്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പഠിപ്പിച്ച ഒരവസ്ഥയിലേക്ക് ഇന്ന് ഒരു ഭാരമായി, ഒരു പ്രയാസമായി വീടുകളിൽ വയസ്സ് ചെന്ന മാതാപിതാക്കൾ കണ്ണീര് കുടിക്കുന്നുണ്ട്. ആ കണ്ണീര് കുടിക്കുന്നത് അവർക്ക് വിഭവങ്ങളുടെ ലഭ്യതയുടെ കുറവില്ല, മറിച്ച് സൗകര്യമുള്ള വീടുകളുണ്ട്, നല്ല മേത്തരം വസ്ത്രങ്ങളുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടത് സ്നേഹത്തിന്റെ, സമാശ്വാസത്തിന്റെ, തന്നെ അങ്ങനെയുണ്ടല്ലോ, ഖുർആൻ പറഞ്ഞ ഒരു സംഗതി ഉണ്ടല്ലോ, തന്നെ വളർത്തി വലുതാക്കിയ ആ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നൽകാൻ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്നൊക്കെ പറഞ്ഞൊരു അവസ്ഥയുണ്ടല്ലോ.
അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്ഥിതി, അതിനു വേണ്ടി പാകപ്പെട്ട ഒരു മനസ്സ്, അത് ഒരു മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുമ്പോഴാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യമായി എണ്ണിപ്പറഞ്ഞൊരു സംഗതി ഔ വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മക്കൾ ഉണ്ടായിത്തീരുക എന്നാണ്. ആ മക്കൾ ഉണ്ടായിത്തീരാൻ ഇപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതി എങ്ങനെയാണ്? മാതാപിതാക്കൾ വയസ്സായി അവഗണിക്കാതിരിക്കാനും അവർക്ക് പരിഗണന നൽകുവാനും അവർക്ക് വേണ്ടുന്ന സ്വാന്തന പ്രക്രിയയിൽ പങ്കാളികളാവുവാനും എന്താ വേണ്ടത്? അവിടെയാണ് ഇസ്ലാമിക ശിക്ഷണത്തിന്റെയും ശാസനയുടെയും അടിസ്ഥാനത്തിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ദൗത്യം മാതാപിതാക്കൾക്കുമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നുകൊണ്ട് പിതാവ് പരാതി പറഞ്ഞു, എന്റെ മകൻ എന്നെ പരിഗണിക്കുന്നില്ല, അവൻ എന്നെ ദ്രോഹിക്കുകയാണ്, കഷ്ടപ്പെടുത്തുകയാണ് അവൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ മകനെ വിളിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ചോദിച്ചു, നിന്റെ പിതാവ് നിന്നെക്കുറിച്ച് ഇങ്ങനെ പരാതി പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് അതിന്റെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ മകൻ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ല പിതാവിനും മക്കളോടും ചില ബാധ്യതകളൊക്കെ ഇല്ലേ? ഉണ്ട്. എന്താണ് ആ ബാധ്യത എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുമ്പോൾ ഉമറുള്ളാഹു പറയുന്നുണ്ട്, ഒന്നാമത് നല്ല നാമകരണം ചെയ്യണം, അറിയപ്പെടുന്ന അന്തസ്സുള്ള പുതുമയുള്ള പേര് നൽകണം കുട്ടിക്ക്. അപ്പൊ ഈ മകൻ പറഞ്ഞു, എൻ്റെ ഉപ്പ അതെന്നോട് ചെയ്തിട്ടില്ല. ഒരു വാക്ക് നല്ലൊരു പേരല്ല, വാപ്പ എനിക്കിട്ട് വായി വണ്ട്, ചാണകത്തിലൊക്കെ ഉണ്ടാകുന്ന വണ്ട് എന്നുള്ള അർത്ഥത്തിലുള്ള ജുഅല് എന്നാണ് എനിക്ക് വാപ്പയിട്ട പേര്. പിന്നെന്താണ് പിതാവ് ചെയ്തു തരേണ്ടത്? പിതാവ് എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തരേണ്ടതുണ്ട്. ഒരു ഹർഫ് ഖുർആൻ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടില്ല. ആലോചിച്ച് നോക്കൂ. ആ സമയത്ത് ഉമറുള്ളാഹു പറയുന്നുണ്ട്, അഖഖ്തഹു, നീ അവനെ കഷ്ടപ്പെടുത്തിയല്ലേ, നിന്നെ അവൻ കഷ്ടപ്പെടുത്തുന്നതിന് മുമ്പ് എന്ന. നിന്നെ അവൻ കഷ്ടപ്പെടുത്തുന്നതിന് മുമ്പ് നീ അവനെ കഷ്ടപ്പെടുത്തി, ഇപ്പോൾ നീ അനുഭവിക്കുകയാണെന്നർത്ഥം. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ മക്കൾക്ക് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മേത്തരം വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നിടത്ത് ഒരു പിതാവിനും പിശുക്കില്ല. നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളിടത്ത് ആർക്കും രണ്ടഭിപ്രായങ്ങളില്ല. മകൻ മുൻപിൽ നടന്നു പോകണം, സമൂഹത്തിന് മുൻപിൽ നടക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതോടൊപ്പം എൻ്റെ മകൻ മുഅ്മിനാവണം, മുത്തഖീങ്ങൾക്ക് ഇമാമാവണം. വജ്അൽനാലിൽ മുത്തഖീന ഇമാമായി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, പടച്ചറബ്ബേ മുത്തഖീങ്ങൾക്ക് ഇമാമായിട്ട് ഞങ്ങളെ നീ മാറ്റണമെന്ന്. എൻ്റെ മകനെ മുത്തഖീങ്ങളുടെ ഇമാമാക്കാൻ വേണ്ടി ഞാൻ ചെയ്ത പ്രവർത്തനം എന്താണ്? അതിന് ഞാൻ ഒരുങ്ങിയ സംഗതികൾ എന്താണ്? അങ്ങനെ നമ്മളൊന്ന് ആലോചിക്കണമല്ലോ. എൻ്റെ മകൻ ഡോക്ടറാവാൻ വേണ്ടി ഞാൻ ട്യൂഷൻ കൊടുത്തിട്ടുണ്ട്, അവന് കോച്ചിങ് ക്ലാസ്സുകൾ പങ്കാളിത്തം നൽകിയിട്ടുണ്ട്, എന്തെല്ലാം രൂപത്തിലുള്ള ടെസ്റ്റുകളുണ്ടോ അതൊക്കെ അവനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താ? അവൻ ഇന്ന മേഖലയിലേക്ക് ഉയർന്നു വരെ എനിക്ക് സ്വപ്നമുണ്ട്, എനിക്ക് സങ്കല്പമുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചറുടെ പഠന നിലവാരം പോരാ എന്ന് പരാതിപ്പെട്ടപ്പോൾ അവന് വേണ്ടി ട്യൂഷൻ ഏർപ്പാട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് അറിയുന്ന റിട്ടയർഡ് അധ്യാപകന്റെ സഹായം തേടി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളടുത്തേക്ക് അവനെ പറഞ്ഞയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ മകൻ മുഅ്മിനായി ജീവിക്കാൻ വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്ന പ്രവർത്തനം എന്താ? ഇസ്ലാമികമായി ഇത്ര സഹാബത്തിന്റെ കഥകൾ ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്നയും ഖുർആൻ ആയത്തുകൾ ഞാൻ അവനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ജീവിത വ്യവഹാരങ്ങളിൽ അനുഷ്ഠിക്കേണ്ടുന്ന പ്രാർത്ഥനകൾ ഞാൻ അവനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പോവട്ടെ, ഖുർആൻ തെറ്റുകൂടാതെ ഓതാനുള്ള വ്യവസ്ഥ, അതിന്റെ നിയമങ്ങളടക്കം ഞാൻ അവനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഇന്ന് നമുക്ക് എത്ര ആളുകൾക്ക് പറയാൻ കഴിയും? ആ മകനെ ഇസ്ലാമിക ശിക്ഷണത്തിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താ? ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഒരു പിതാവ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോളുടെ നിക്കാഹുണ്ട്, ഇന്ന ഡേറ്റിന് നിങ്ങൾ വന്ന് അത് നടത്തി തരണം, ഖുതുബ നിങ്ങൾ നടത്തണം. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്നാണ്? ഇന്ന ഡേറ്റാ. അപ്പോൾ മറ്റ് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വരാം എന്ന് ഞാൻ സമ്മതിച്ചിട്ട് ചോദിച്ചു, അല്ല നിങ്ങളുടെ മകള് ഇസ്ലാമിക വേഷം ധരിക്കുമോ? അപ്പം അയാൾ പറഞ്ഞു, ഇസ്ലാമിക വേഷം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം എന്താ ഇപ്പം മൗലവി ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാനായിട്ടൊന്നും ഉദ്ദേശിക്കുന്നില്ല, എനിക്കായിട്ട് ഇസ്ലാമിക വേഷം പ്രത്യേക കോഡൊന്നുമില്ല. മറിച്ച് ഇസ്ലാമിലൊരു പെണ്ണിന്റെ വേഷം എന്താ? നിങ്ങളെ മകൾക്ക് ഇപ്പം കെട്ടിക്കാനായില്ലേ, 10-18 വയസ്സായി ഉണ്ടാവുമല്ലോ, നിങ്ങൾക്കറിയില്ലേ? അല്ല, അതല്ല ഞാൻ ചോദിക്കാൻ കാരണം, നമ്മളല്ലല്ലോ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കുക, വരന്റെ ടീമല്ലേ ഡ്രസ്സ് കൊണ്ടുവരിക. അവരേതുതരം ഡ്രസ്സാണ് കൊണ്ടുവരിക എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. ആവട്ടെ, ഇസ്ലാമിക ഡ്രസ്സ് ധരിച്ച് എൻ്റെ മകൾ പുറത്തേക്ക് ഇറങ്ങുമെന്ന് നിങ്ങളുടെ മകൾ പറയോ? ഇല്ല, അങ്ങനെ പറയില്ല, അവൾ അങ്ങനെ പറയില്ല. ശരി, എങ്കിൽ പിന്നെ അത് പറ്റും. അപ്പോൾ അയാൾ വന്നാൽ പിന്നെ മൗലവി നിക്കാഹിന് വരണ്ട എന്ന് അയാൾ പറഞ്ഞു. സൂചിപ്പിച്ച ചുരുക്കം എന്താ? ഇതൊരു വിഷയമാണ്. നമ്മൾ പഠിപ്പിച്ചെടുത്ത ഒരു പിതാവ് മരിച്ചപ്പോൾ മകൻ ഓടിക്കലച്ച് തലസ്ഥാന നഗരിൽ നിർത്തി.
തലസ്ഥാന നഗരിൽ നിന്ന് എത്തിയ മകൻ ഇമാമ് നിൽക്കുമോ എന്ന് പള്ളി ഭാരവാഹികളും കൂടിയ ആളുകളൊക്കെ ചോദിച്ചപ്പോൾ നിൽക്കുന്ന. അങ്ങനെ നിബിഡമായി ജനങ്ങളുണ്ട് പള്ളിയിൽ. കാരണം പെട്ടെന്ന് മരിച്ചതാ. മകൻ ഇമാമ് നിന്നു. അല്ലാഹു അക്ബർ. പിന്നെ ഒരു വിവരമില്ല. എവിടേക്കൊന്ന് പോയി കിട്ടണ്ടേ? മരിച്ചവൻ്റെതാണ് പണി കഴിഞ്ഞത്. നമ്മളറിയില്ല മരിച്ചാൽ പണി കഴിഞ്ഞു എന്നാണല്ലോ പറയാം. അല്ലാത്തവർക്കൊക്കെ പണിയുണ്ട്. ഇന്ന സമയത്ത് മയ്യത്ത് നിസ്കരിക്കുന്നു പറഞ്ഞിട്ട് ആളുകൾ ഒരുമിച്ച് കൂടിയത്. തക്ബീർ ചൊല്ലി കുറേ സമയം കഴിഞ്ഞിട്ട് ഒന്നുമില്ല. കുറേ കഴിഞ്ഞപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു. അപ്പൊ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പണ്ഡിതൻ മൈക്ക് വാങ്ങിയിട്ട് പറഞ്ഞു, സഹോദരങ്ങളെ, നമ്മുടെ നമസ്കാരം ശരിയായിട്ടില്ല. വാപ്പ മരിച്ച ടെൻഷൻ കാരണവും ദൂരെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കാരണത്താലും ഒക്കെ നമസ്കാരം ശരിയായില്ല, മാറ്റി നമസ്കരിക്കണം എന്ന് പറഞ്ഞു. എന്താ ഈ പറഞ്ഞത്? അർത്ഥങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം വാപ്പ മരിച്ചാൽ മയ്യത്ത് നമസ്കരിക്കാൻ അറിയില്ല. ആ അറിവില്ല ഒരു പോരായ്മയാണ്. അത് ഒറ്റപ്പെട്ട സംഭവമല്ല. നമുക്ക് എത്ര ആളുകൾക്ക് അറിയാൻ കഴിയും? അങ്ങനെ ഖുർആൻ ഓതാൻ സ്ഫുടതയോടുകൂടി നിയമങ്ങളനുസരിച്ച് ഖുർആൻ ഓതാൻ അറിയുന്ന എത്ര മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവരെ അത് പഠിപ്പിച്ചു കൊടുക്കാൻ എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്? അങ്ങനെയാണല്ലോ നമ്മൾ ആലോചിക്കേണ്ടത്. എന്താണ് അതിനു വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത്? പണ്ട് ഒരു 10-25 കൊല്ലം മുമ്പ് വരെ മതബോധം രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് പാതിരാ വയലുകളായിരുന്നു. ആ പാതിരാ വയലുകളിലൂടെയായിരുന്നു നമ്മുടെ നാട്ടിലെ കുടുംബ സംവിധാനത്തിൽ മതബോധം ഉണ്ടായിത്തീർന്നിരുന്നത്. ഇന്ന് ആ പാതിരാ വയലുകൾ അസ്തമിച്ചു പോയി. അതിന് സ്ഥായി ഭാവങ്ങളില്ലാതായിപ്പോയി. അതിനൊരിക്കലും പെർമിഷൻ കിട്ടാതായിപ്പോയി. പിന്നെ നാട്ടിലെ ആളുകൾക്ക് മതബോധം നൽകാനുള്ള ഉത്തരവാദിത്തം എന്താ? നമ്മുടെ സംവിധാനങ്ങൾ എന്താ? നമ്മളെ സംവിധാനങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് മദ്രസയാണ്. ആ മദ്രസയിൽ എൻ്റെ കുട്ടി പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും പോരായ്മകളിനെ തിരുത്തി കൊടുക്കുകയും ചെയ്യുന്നൊരവസ്ഥ എത്ര ആളുകൾക്കുണ്ട്? അത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. എൻ്റെ മകൻ, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്ത്? സത്യവിശ്വാസിയുടെ പ്രാർത്ഥനയെ അല്ലാഹു വേണ്ടിപ്പ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖിന ഇമാമ. റബ്ബേ, എൻ്റെ കുടുംബത്തിലും കുട്ടികളിലുമൊക്കെ കൺകുളിർമ നൽകണേ എന്ന് പറയുന്നതോടൊപ്പം മുത്തഖീങ്ങളായ ഭക്തന്മാരായ ആളുകൾക്ക് ഇമാമാക്കണേ എന്ന് പ്രാർത്ഥിക്കുക കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഇമാമാക്കാൻ വേണ്ടി അവരെ മുമ്പിൽ നടക്കാൻ, സമൂഹത്തിന്റെ മുമ്പിൽ അജയ്യമായി നിലനിൽക്കാനുള്ള ആദർശത്തിന്റെ അവബോധം ഉൾക്കൊള്ളുന്ന ഒരു തലമുറയെ അവനെ വളർത്തിയെടുക്കാൻ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താ? ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. അതിന് നമുക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയുണ്ട്. എന്ത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ പഠിപ്പിച്ചത് കൂടെ കൊണ്ട് നടന്നിട്ടാ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്റെ ഉമ്മു സലമ തന്റെ ഭാര്യയിലുള്ള മക്കൾ കൈയിട്ടിട്ട് ഭക്ഷണം ഇങ്ങനെ എല്ലായിടത്തും വാരാൻ തുടങ്ങിയപ്പോഴാണ് റസൂൽ യാ ഉലാം സമ്മില്ല, മോനെ ബിസ്മി ചൊല്ലിയാ ഭക്ഷണം കഴിക്കേണ്ടത്. വക്കുൽ ബിയമീനിക്, വലത്തേ കൈകൊണ്ടാ ഭക്ഷണം കഴിക്കേണ്ടത്. വക്കുൽ മിമ്മാ യലീക്, നിന്റെ ഭാഗത്തു നിന്നാണ് നീ ഭക്ഷണം കഴിക്കേണ്ടത്. അവിടെ പഠിപ്പിച്ചു കൊടുക്കുക റസൂലുള്ള. നിന്റെ കൈകൊണ്ട് നിന്റെ ഭാഗത്തു നിന്ന് ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് ടേബിൾ മാനേഴ്സ് എന്താണ് എന്ന് റസൂലുള്ള കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ കൃത്യമായി ദീനിന്റെ നടപടിക്രമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരും, എനിക്ക് ഇന്ന പോലെ ആയിത്തീരണം, എനിക്ക് അമ്മാറിനെ പോലെയാവണം, എനിക്ക് യാസറിനെ പോലെയാവണം, എനിക്ക് സുമയ്യയെ പോലെയാവണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ നമ്മുടെ മക്കൾക്കൊരു സ്വപ്നമുണ്ടോ? എനിക്ക് ഖാലിദ് വലീദ് ആവണം, എനിക്ക് ബിലാലാവണം, എനിക്ക് അമ്മാറാവണം, അബൂബക്കർ സിദ്ദീഖിനെ പോലെ സത്യസന്ധനാവണം, ഉമർ ഖത്താബിനെ പോലെ സത്യത്തിന്റെ മാർഗത്തിൽ ആദർശ ധീരനാവണം, ഉസ്മാൻ ബിൻ അഫ്ഫാനെ പോലെ വിനയമുള്ളവനാവണം. അങ്ങനെ ഒരു ധാരണ നമ്മുടെ മക്കൾക്കുണ്ടോ? അല്ലെങ്കിൽ ഒരു റോൾ മോഡലായി നമ്മുടെ മക്കളുടെ മുമ്പിൽ ആരെങ്കിലും ഒരു സഹാബി ഉണ്ടോ? അവന്റെ മനസ്സിലൊരു താല്പര്യം വേണ്ടേ ഇങ്ങനെയായി തീരണം? അങ്ങനെ ആയിത്തീരാത്തുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് അറിയുങ്ങൾ? യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഇപ്പോ ഉള്ള ഒരു പ്രശ്നം, വാപ്പ ഓടിത്തളർന്ന് 10-60 കൊല്ലക്കാലം ജീവിച്ചു. ആ ജീവിച്ച വാപ്പ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ വരവും സമ്പത്തും ഇപ്പൊ പുതിയ വിദ്യാഭ്യാസം നേടിയ IT രംഗത്തെ കീഴിമുറിക്കാൻ കഴിവുള്ള മകൻ ഇപ്പൊ ഒരു മാസം കൊണ്ട് 1.5-2 ലക്ഷം ശമ്പളം വാങ്ങുന്നുണ്ട്. ആ മകനാണ് ഇപ്പൊ വീട്ടിലെ ഏറ്റവും സമ്പന്നതയുള്ള ആള്. അവനാണ് വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. കല്യാണം ഏത് രൂപത്തിലാവണം, വീടിന് ഏത് രൂപത്തിലാവണം. അപ്പൊ വാപ്പക്കത് ഇടപെടാനോ നിയന്ത്രിക്കാനോ കഴിയുന്നില്ല. കാരണം വാപ്പ പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പാന്റെ അടുത്ത് ഒന്നുമില്ല. ഇപ്പോൾ നടത്തുന്നത് മുഴുവൻ അവനാണ്. അതുകൊണ്ട് തന്നെ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നിടത്ത അവന് അതോടൊപ്പം അന അവ്വലുൽ മുസ്ലിമീൻ അല്ലെങ്കിൽ അനമിനൽ മുസ്ലിമീൻ,
ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് എന്ന ബോധം അവന്റെ മനസ്സിലുണ്ടാക്കി കൊടുക്കുമ്പോൾ അവന്റെ ചെറുപ്പ മനസ്സിൽ അവൻ ഇങ്ങനെ സത്യമേതാണ്, ധർമ്മമേതാണ്, ഹക്ക് ഏതാണ്, ബാത്തിൽ ഏതാണ് എന്ന് അവന്റെ മനസ്സിൽ കൊടുക്കുമ്പോൾ ശീതീകരിച്ച ഏത് റൂമിലാണ് അവൻ ജോലി ചെയ്തെങ്കിൽ പോലും ഇതെനിക്ക് ഹലാലല്ല, ഇത് ഹറാമാണ്, ഇത്രത്തോളം ഇത് ചെയ്യാൻ പാടില്ല, എന്റെ അതിർത്തി ഇവിടെയാണ് എന്ന് അവനെ നിയന്ത്രിക്കുന്ന ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ റബ്ബ് നിന്നെ നിരീക്ഷിക്കുന്നവനാണ് എന്ന ബോധ്യം അവന് കൊടുക്കുമ്പോൾ തീർച്ചയായും അവിടെ അതിൻ്റെതായ ഒരു നിലനിൽപ്പ്, സമൂഹത്തിന് അതിൻ്റെതായ ഒരു എന്താ പറയുക ഒരു മുതൽക്കൂട്ട് ബാക്കി നിൽക്കും. അങ്ങനെയാണല്ലോ ഉണ്ടായത്. ഇസ്ലാമിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സഅദ് ഇബ്നു ആമിറിന്റെ ഉമൈർ ഇബ്നു സഅദിന്റെ ചരിത്രത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം വാപ്പ ചെറുപ്പത്തിലെ മരിച്ചുപോയി. പിന്നെ ഉമ്മയെ കല്യാണം ചെയ്യുന്നത് മദീനയിലെ പണക്കാരനായ ജുലാസ് ഇബ്നു സുവൈദി എന്ന സമ്പന്നനായ മനുഷ്യനാണ്. പേരിൽ മുസ്ലിം ആണെങ്കിലും ഉള്ളിൽ വിശ്വാസം ഇറക്കാത്ത ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഉമ്മയെ കല്യാണം ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ മകന് അധികകാലം പട്ടിണി കിടക്കേണ്ടി വന്നില്ല. വാപ്പ ഒന്നും സമ്പാദിച്ചില്ലെങ്കിൽ പോലും കൈമുതലായി കൊടുത്ത് കരുത്തുള്ള ഒരു ആദർശമാണ്. ആ ആദർശം ഈ കുട്ടിക്കുണ്ട്. തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്പന്നന്മാരെ ആളുകളൊക്കെ യുദ്ധഫണ്ടിലേക്ക് കൈയച്ച് സംഭാവന ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ സംഭാവന ചെയ്തില്ല. സംഭാവന ചെയ്യാത്തപ്പോൾ ഈ കുട്ടി ചോദിക്കുന്ന ചോദ്യം ഉണ്ട്, അല്ലപ്പ നിങ്ങൾ എന്തേ സംഭാവന കൊടുക്കാത്തത്? എല്ലാവരും യുദ്ധഫണ്ടിലേക്ക് കൈയച്ച് സംഭാവന ചെയ്യുന്ന സമയമാണത്. അപ്പൊ ഈ സമ്പന്നനായ ജുലാസ് പറഞ്ഞു, അതിന് അയാൾ യഥാർത്ഥ നബിയെത്തിയ പ്രവാചകത്വത്തെ നിഷേധിച്ചു ആ മനുഷ്യൻ. ഈ കുട്ടിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. 9 വയസ്സ് പോലും പ്രായമില്ലാത്ത കുട്ടി തന്റെ വാപ്പ തന്നെ പഠിപ്പിച്ച ഇസ്ലാമിന്റെ ആദർശമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും തന്നെക്കാൾ സ്നേഹിക്കേണ്ടത് പഠിച്ചിട്ടുണ്ട്. ആ കുട്ടി റസൂലിന്റെ അടുത്ത് ചെന്നുകൊണ്ട്, നബിയെ, ജുലാസ് ഇബ്നു സുവൈദ് എന്റെ വളർത്തു പിതാവുണ്ടല്ലോ, ഉമ്മയുടെ ഇപ്പോഴത്തെ ഭർത്താവ്, നിങ്ങളുടെ പ്രവാചകത്വത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് കേട്ടപ്പോൾ റസൂലുള്ളാഹിക്കും സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തോട് സംഭാവന ചോദിച്ചിട്ടില്ല. സംഭാവന തരാൻ താല്പര്യമുള്ള ആളുകൾ തബൂക്കിന്റെ പ്രത്യേക അവസ്ഥ വെച്ചുകൊണ്ട് സംഭാവന ആവശ്യപ്പെട്ടിട്ടേ ഉള്ളൂ. പ്രവാചകത്വം നിഷേധിക്കാൻ മാത്രം കാരണമാവാൻ പാടില്ലല്ലോ അത്. ജുലാസിനെ വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, നബി ഞാൻ പറഞ്ഞിട്ടില്ല, ഈ കുട്ടി പച്ചക്കളവ് പറഞ്ഞതാ. സ്തബ്ധിച്ചു പോയി ആ കുട്ടി. കാരണം തന്റെ ചെവി കൊണ്ട് കേട്ടതാ. ഇപ്പൊ ഈ മനുഷ്യൻ നിഷേധിച്ചു. ആളുകൾ പറഞ്ഞു, വാപ്പ മരിച്ചിട്ട് ഉമ്മയെ കെട്ടി ഇപ്പൊ നന്നായി തീറ്റിപ്പോറ്റി വളർത്തിയതിന് വാർത്തപിതാവിന് കൊടുത്ത സമ്മാനമാണ് ഇതല്ലേ എന്നൊക്കെ പറഞ്ഞുപോയി. അവസാനം സൂറത്ത് തൗബയിൽ അല്ലാഹു തആല ആയത്തിറക്കി, ലഖദ് ഖാലൂ കലിമത്തൽ കുഫ്രി, തീർച്ചയായും അവർ കുഫ്രിന്റെ വാചകം ഉച്ചരിച്ചിട്ടുണ്ട്. ഇസ്ലാമിക്ക് വന്നതിന് ശേഷം അവർ കുഫ്രിന്റെ വാചകം ഉച്ചരിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ ആയത്തിറക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുഞ്ഞിന്റെ ചെവി പിടിച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ, നിന്റെ ചെവി ധർമ്മം നിർവഹിച്ചു. വസദ്ദഖക റബ്ബുക, നിന്റെ റബ്ബ് നിന്നെ സത്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പൊ ജുലാസ് പറഞ്ഞ നബിയെ, അത് ഞാനൊരു തമാശ പറഞ്ഞതായിരുന്നു. ഞാൻ സൂചിപ്പിക്കുന്ന എന്താ നിങ്ങൾ, പിതാവിനെ തിരുത്താൻ, അതിന് കെൽപ്പുള്ള മക്കളെ വളർത്തിയെടുക്കാൻ നമ്മൾ ഇസ്ലാമിന്റെ അവബോധം കൊടുക്കേണ്ടതുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസും അധികാരം ഏറ്റെടുത്തതിന്റെ ശേഷം ക്ഷീണം കാരണത്താൽ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ മകൻ ചോദിക്കുന്നു, ഉപ്പ നിങ്ങൾ എങ്ങനെയാ ഉറങ്ങാൻ പോവുക? നിങ്ങൾ ഖലീഫയായി ബൈഅത്ത് ചെയ്തു കഴിഞ്ഞു. നിങ്ങളുടെ ആക്ഷേപം ബോധിപ്പിക്കാനുള്ളവർ, പരാതി സമർപ്പിക്കാനുള്ളവർ കാത്തു നിൽക്കുകയാണ്. നിങ്ങളെങ്ങാനും ആ ഉറക്കിൽ നിന്ന് ഉണരുന്നതിന് മരിച്ചു പോയാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിന് അതിന്റെ അമാനത്ത് നിർവഹിക്കാത്തതിന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും പറയുമ്പോൾ ആ മകന് പോയി കൈ കൊടുക്കുന്നുണ്ട് ഉമർ അബ്ദുൽ അസീസ്. എന്തിന്? അള്ളാഹുവേ, നിന്റെ മാർഗത്തിൽ എന്നെ തിരുത്താൻ ഒരു മകനെ നൽകിയ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെയാണ് നമ്മൾ ഉണ്ടായിത്തീരേണ്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയും, നബിയെ, എന്റെ ഉമ്മ എന്നെ ചീത്ത പറയുകയും ആട്ടിപ്പുറത്താക്കുകയും ഞാൻ ഈ മതത്തിലേക്ക് വന്നതിന്റെ പേരിൽ എന്നെ ബൽസിക്കുകയും ചെയ്യുകയാണ് എന്ന് പ്രാർത്ഥിക്കൂ പ്രവാചകരെ, എന്റെ ഉമ്മക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി എന്ന്. ആ ഹിദായത്തിന് വേണ്ടി അബൂ ഹുറൈറ നബിയോട് കെഞ്ചിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയുടെ ഉമ്മക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ സന്തോഷത്തോടുകൂടി ചെല്ലുന്നുണ്ട്. ചെന്ന് തിരിച്ചു വരുമ്പോൾ പറഞ്ഞ നബിയെ, സന്തോഷം, എന്റെ ഉമ്മക്ക് ഹിദായത്ത് കിട്ടിയെന്ന് അബൂ ഹുറൈറ പറയുന്നുണ്ട്. എന്താണ് ആ രംഗാലോചിച്ച് നോക്കുന്നത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇരുന്നിട്ട് ഇസ്ലാഹി ക്ലാസ് റൂമുകളിലൊക്കെ കേട്ട് ഇസ്ലാമിന്റെ സത്യം മനസ്സിലാക്കിയതിന് ശേഷം നാട്ടിൽ ലീവിന് വരുമ്പോൾ പല ആളുകൾ എന്ത് ചെയ്യില്ല, തന്റെ മാതാപിതാക്കളോട് പറയാറില്ല. 1-2 മാസം ലീവിൽ വരുമ്പോൾ അറിഞ്ഞ് മനസ്സിലാക്കിയ തൗഹീദിന്റെ ആ ദിവ്യ വെളിച്ചം തന്റെ കുടുംബങ്ങൾക്ക് പകർന്നു കൊടുക്കാറില്ല. എന്തിന്?
ഈ വയസ്സായ വാതാവിരുഞ്ഞ് പോലോട് പറഞ്ഞ ആലോചന ഉണ്ടാക്കേണ്ടിയില്ല, ഓല് പേതാലും ഇനി നന്നാവില്ല, ഓല് ഈ ജാറ കമ്മിറ്റി ഏർപ്പാടിട്ട് അങ്ങനെ പോകും. അങ്ങനെ പോയിട്ട് ആലോചിച്ച് നോക്കും, നമ്മൾ മനസ്സിലാക്കിയ സത്യം പറയാതെ പോയാൽ പടച്ചറബിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ സ്വർഗത്തിലാണെങ്കിൽ ആ നരകത്തിൽ കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ ചോദിക്കില്ലേ നമ്മളോട്, അല്ല മോനെ ഇജ്ജ് വല്ലാത്ത പണിയാടാ ചെയ്ത്, ഇജ് ആ സത്യം മനസ്സിലാക്കിയിട്ട് നമ്മോട് പറഞ്ഞില്ലല്ലേ, നീ അത് പറഞ്ഞില്ലല്ലേ, അത് ഒരിക്കലെങ്കിലും എനിക്ക് എന്നോട് ഓർമ്മിപ്പിച്ചുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സഹിക്കാൻ കഴിയുമോ നമുക്കത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ വളർത്തിയെടുക്കുന്നത് ആദർശത്തിലായിരിക്കണം. നമുക്കത് ഓർമ്മയുണ്ടാവേണ്ട സംഗതി അതാ. കാരണം നാട്ടിൽ എല്ലാം നിലക്കും അധാർമികതയുടെ വേലിയേറ്റമുള്ള ഒരു കാലഘട്ടം നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വളർന്നൊരു കാലഘട്ടത്തിലും അല്ല. കാരണം നമ്മൾ വളർന്ന കാലഘട്ടത്തിൽ തിന്മ ചെയ്യാൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. പാത്തും പതുങ്ങിയും ഒളിഞ്ഞും മറിഞ്ഞും വേണ്ടിയിരുന്നു ചെയ്യാൻ. ഇന്ന് വളരെ എളുപ്പമാണ്. മറിച്ച് എൻ്റെ കമ്പ്യൂട്ടറുകളും എൻ്റെ മൊബൈലുകളും അശ്ലീലമുക്തമാവണമെങ്കിൽ അതിനെൻ്റെ കൽബിൽ ഈമാൻ നിറഞ്ഞിരിക്കണം. എൻ്റെ കൽബിൽ ഈമാൻ നിറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ തൗഹീദിന്റെ പ്രകാശം എന്നെ ജ്വലിപ്പിക്കുന്ന സംഗതി. അങ്ങനെയാണ്. അലി റളിയല്ലാഹുവിന്റെ ഒരു പേരക്കുട്ടി ഉണ്ടായിരുന്നു, സൈനുൽ ആബിദീൻ. പേര് അലി തന്നെയായിരുന്നു. സൈനുൽ ആബിദീൻ എന്ന പേരിൽ അറിയുന്നത്. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പെരടിയിൽ ഒരു തഴമ്പുണ്ടായിരുന്നു എന്നാണ്. ആരും അറിയാതെ അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് ചേരി പ്രദേശങ്ങളിലെ പാവങ്ങളായ ആളുകൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു കൊടുത്ത തഴമ്പ്. കുടുംബങ്ങൾക്കറിയില്ല, വീട്ടുകാർക്കറിയില്ല എന്താണ് ഈ തഴമ്പ് എന്ന്. സമ്പന്നനായി ജീവിച്ച ഈ മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ്, പടച്ചറബിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട്, ആരുടെയും പ്രീതിക്കും പ്രതിപത്തിക്കും വേണ്ടിയല്ല, പടച്ചറബിന്റെ വജുവിന് വേണ്ടി ചെയ്തത്. അങ്ങനെ ചെയ്യാനുള്ളൊരു മേഖല നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഏത് മോനെ, അള്ളാഹു ഉണ്ട്. അതാണ് ചെറു കുഞ്ഞു നാളിൽ ഒരു മകന് ശിർക്ക് എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും ശിർക്ക് എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്താൽ ലുക്മാന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹി ഇന്ന ശിർക ലദുൽമുൻ അളീം. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് കൃത്യമായി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് ലുക്മാൻ കൊടുക്കുന്ന മറ്റൊരു ഉപദേശം കൂടിയുണ്ട്. മോനെ, നീ ഒരു നന്മ ചെയ്താൽ അത് പാറപ്പുറത്താവട്ടെ, ഭൂമിയിൽ വെച്ച് എവിടെ നടക്കുന്ന സംഭവമാവട്ടെ, അത് നിനക്ക് അള്ളാഹു എത്തിച്ചു തരിക തന്നെ ചെയ്യും. ആ ബോധ്യം അവൻ ഉണ്ടാക്കിക്കൊടുക്കും. ലോകത്തിന്റെ ഏത് മേഖലയിൽ അവൻ ജീവിക്കാൻ അവസ്ഥ വന്നാലും, എത്ര ഉന്നതമായ കീ പോസ്റ്റിലാണ് നമ്മുടെ മക്കൾ എത്തിപ്പെട്ടാലും, അനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിംകൾപ്പെട്ടവരാ, എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ച, എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ച, എന്റെ മദ്രസയിൽ എനിക്ക് കിട്ടിയ സംസ്കാരം, എന്റെ നാടും എന്റെ വീടും എനിക്ക് നൽകിയ സംസ്കാരം, ആ സംസ്കാരം ഇസ്ലാമിന്റെ അവബോധമാണ് എന്നവനെ വളർത്തിയെടുക്കുമ്പോൾ ലോകത്തെവിടെയും പഴയ്ക്കുകയില്ല അവൻ. അത്തരമൊരവസ്ഥയിലേക്ക് വളർത്തിയെടുക്കാൻ നാം ശ്രമിച്ചിട്ടുണ്ടോ? ഇതാ നമ്മൾ ആലോചിക്കേണ്ടത്. ദീനിനു വേണ്ടി പാകപ്പെട്ടൊരവസ്ഥയിൽ എന്റെ മകൻ അത് ചെയ്യില്ലെന്ന് പറയാൻ ശാന്തമായി കണ്ണടക്കുമ്പോൾ യാക്കൂബ് നബി ചോദിച്ച ചോദ്യമുണ്ടല്ലോ, മാ തഅ്ബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം മക്കളെ നിങ്ങൾ ആരെയാണ് ഇബാദത്ത് ചെയ്യുക? വാപ്പ നബിയായിരുന്നു, വാപ്പാനെ പറയിപ്പിക്കേണ്ട എന്നുള്ളവർക്ക് ഇബാദത്ത് ചെയ്താണെങ്കിൽ വാപ്പ മരിക്കാൻ പോവാൻ. ഇനി വാപ്പയ്ക്ക് ശേഷം നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഖാലു, അവര് പറഞ്ഞ അബ്ദു ഇലാഹക്ക, നിങ്ങളുടെ ഇലാഹിനെ തന്നെ ആരാധിക്കും. അവസാനം പറഞ്ഞു വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിമായി തന്നെ മരിക്കുകയും ചെയ്യും എന്ന്. ആ രൂപത്തിൽ മരിക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ ഇസ്ലാമിന് വേണ്ടി പാകപ്പെട്ട് വരുന്നതിൽ നമ്മുടെ പങ്കാളിത്തം ഉണ്ടാവണം. നമുക്ക് പറയാൻ കഴിയും, റബ്ബേ, ഞാൻ അവന് തെർബിയത്തും തസ്കിയത്തും കൊടുത്തിട്ടുണ്ട്, ഞാൻ അവന് ഇസ്ലാമിന്റെ ശിക്ഷണങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഇസ്ലാമിന്റെ ആദാബുകൾ ഞാൻ അവന് എണ്ണി എണ്ണി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അവൻ അതിൽ വ്യതിചലിക്കുന്നുവെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ലെന്ന് പറയാൻ കഴിയണ്ടേ? അല്ല എങ്കിൽ അവൻ തിരിച്ച് പരലോകത്ത് നമുക്കെതിരെ പറയുന്ന ആ ഗതികേടിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇസ്ലാമികമായി ഞാൻ എൻ്റെ മക്കൾക്ക് മാതൃകയാണോ? എൻ്റെ കുടുംബം ഇസ്ലാമികൾക്കും എൻ്റെ മക്കൾക്ക് മാതൃകയാണോ? എൻ്റെ ഭാര്യ എൻ്റെ മക്കൾക്ക് മാതൃകയാണോ? വാപ്പയും ഉമ്മയും മക്കൾക്ക് ഇസ്ലാമിന് മോഡലാണോ എന്ന് നമ്മളും ചിന്തിക്കുക. അങ്ങനെ ഇസ്ലാമികമായി ജീവിക്കുക, കുടുംബം ഇസ്ലാമികവൽക്കരിക്കുക. എങ്കിൽ ഈ കാലത്തിലെ ടെൻഷനും പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടായിത്തീരും. ശാന്തമായ കുടുംബം പടച്ചറബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള ഇസ്ലാഹി ക്ലാസ് റൂം, ആഗോള ഗ്രാമത്തിലെ ആദർശജാലകം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സമ്മേളനങ്ങളുടെയും പൊതുപരിപാടികളുടെയും ജുമുഅ ഖുത്ബകളുടെയും തത്സമയ സംപ്രേഷണം, റെക്കോർഡ് ടെലികാസ്റ്റ്, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരും പ്രബോധകന്മാരും നേതൃത്വം നൽകുന്ന ഖുർആൻ, ഹദീസ്, ഫിഖ് പഠന ക്ലാസുകൾ, പൊതുപ്രഭാഷണങ്ങൾ, ചർച്ചകൾ, സംശയ നിവാരണം, ആദർശ സംവാദങ്ങൾ, വനിതാവേദി, സർഗവേദി, ഹെൽത്ത് ക്ലാസ്, ഓൺലൈൻ മദ്രസ തുടങ്ങി സമ്പുഷ്ടമായ ആദർശ വൈജ്ഞാനിക സംരംഭം. ജോലിക്കിടയിലും വീട്ടിലാവുമ്പോഴും ഇസ്ലാം പഠിക്കാനും
പ്രബോധനത്തിൽ പങ്കാളിയാവുന്നതിനുമുള്ള സുവർണാവസരം. കേരള ഇസ്ലാഹി ക്ലാസ് റൂം. കൂടുതൽ വിവരങ്ങൾക്ക് www.islahiclassroom.com. പഠനത്തിന്റെയും പ്രബോധനത്തിന്റെയും പുതിയ വാതിലുകൾ തുറന്നിടുന്ന ആധുനികവും ഏറെ അയത്നലളിതവുമായ ഒരു സംവിധാനമാണ് ബൈലക്സ് മെസഞ്ചർ ക്ലാസ് റൂം. ലോകത്തിന്റെ വിവിധ കോണിലുള്ളവരെ വിജ്ഞാനത്തിന്റെ വീതിയിൽ കോർത്തിണക്കുന്ന അതിനൂതനമായ സംരംഭമാണിത്. ഈ രംഗത്ത് കേരള ഇസ്ലാഹി ക്ലാസ് റൂം ആദർശ പ്രബോധന സംരംഭങ്ങളുമായി സജീവമായി പ്രവർത്തിക്കുന്നു. നാട്ടിലും മറുനാട്ടിലുമുള്ള പണ്ഡിതന്മാരെയും പ്രവർത്തകരെയും സാധാരണക്കാരെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഈ സംവിധാനം ഇന്ന് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇന്റർനെറ്റിന്റെ വ്യാപകമായ ഉപയോഗം ഇതിനെ ഒരു മുഴുസമയ പ്രബോധന പഠന സംവിധാനമാക്കി മാറ്റിക്കഴിഞ്ഞു. പ്രത്യേകമായ സാമ്പത്തിക ചെലവുകളോ സാങ്കേതിക വൈദഗ്ധ്യമോ കൂടാതെ തന്നെ ഏതൊരാൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ലളിതമായ സംവിധാനമാണിത്. പ്രോഗ്രാമുകളുടെ വീഡിയോ സഹിതമുള്ള സംപ്രേഷണം, പബ്ലിക് പ്രൈവറ്റ് ചാറ്റിംഗ്, ഫയലുകളുടെ ഓൺലൈൻ കൈമാറ്റം തുടങ്ങി ബൈലക്സ് മെസഞ്ചർ നമുക്ക് നൽകുന്ന സൗജന്യ സേവനങ്ങൾ നിരവധിയാണ്. ഇന്ത്യക്ക് പുറമെ സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, ഒമാൻ തുടങ്ങി നിരവധി രാജ്യങ്ങളിലെ ഇസ്ലാഹി സെന്റർ ദായിമാരും പണ്ഡിതന്മാരും പ്രവർത്തകരും അനുഭാവികളും ഇന്ന് കേരള ഇസ്ലാഹി ക്ലാസ് റൂമിന്റെ സജീവ സാന്നിധ്യങ്ങളാണ്. അമേരിക്കൻ ഐക്യനാടുകളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും നമുക്ക് ശ്രോതാക്കളുണ്ട്. ക്ലാസ് റൂമിൽ പങ്കെടുക്കാൻ ഒരാൾക്കുള്ള സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരേ സമയം നിരവധി പേർക്ക് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നു. ഈ മഹാസംരംഭത്തിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനും അറിവിന്റെ പങ്കുവെപ്പിൽ ഒരു കണ്ണിയായി ചേരാനും www.islahiclassroom.com സന്ദർശിക്കുക. www.islahiclassroom.com. കേരള ഇസ്ലാഹി ക്ലാസ് റൂം, ആഗോള ഗ്രാമത്തിലെ ആദർശജാലകം. അത്തൗഹീദ് ദ്വൈമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പണ്ഡിതോചിതമായ രചനകൾ. പഠന ഗവേഷണ രംഗങ്ങളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രൗഢമായ പ്രതിപാദനങ്ങൾ. ആധുനിക വിഷയങ്ങളിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും മതവിധികളും. അത്തൗഹീദ് ദ്വൈമാസിക, മലയാളത്തിലെ വേറിട്ട ഇസ്ലാമിക പ്രസിദ്ധീകരണം. അത്തൗഹീദ് ദ്വൈമാസിക, KNM ഓഫീസ്, മർക്കസുദാവ, RM റോഡ്, കോഴിക്കോട്. വായനയുടെ ഇസ്ലാമിക മാനം. ശബാബ് വാരിക, പുടവ കുടുംബമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ ലേഖനങ്ങൾ, കാലിക പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ, ചോദ്യോത്തര പംക്തികൾ, തീവ്രവാദത്തിനും യാഥാസ്ഥികതയ്ക്കും നവയാഥാസ്ഥികതയ്ക്കുമെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ്. ശബാബ് വാരിക, പുടവ കുടുംബമാസിക, മർക്കസുദഅവ, RM റോഡ്, കോഴിക്കോട്.